കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് ഇടയവനായ ദാസൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. IPC എബനേസർ ചർച്ചിൻ്റെ ജൂബിലി വർഷത്തിൽ 25 വർഷം തികയുന്ന ഈ സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ ആ സമ്മേളനത്തിൽ ശുശ്രൂഷിക്കുവാനായിട്ട് ഇടയവനായ എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ട് ദൈവസഭയോട് നന്ദി പറയുന്നു. എല്ലാ ദൈവമക്കളോടും നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഈ യോഗം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച കർത്താവ് ദാസൻ ബിജോയ് കുര്യാക്കോസ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസനെ സ്ഥലത്ത് പെരുന്തമണ്ണയിൽ നേരത്തെ പോകുവാനും ശുശ്രൂഷിപ്പാനും ദൈവം ഇളയവനായി എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രിയ ദൈവദാസനോട് ഒരു വട്ടം കൂടെ ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ P.A. തോമസ്, പാസ്റ്റർ സജി കെ മാത്യു, ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒപ്പം തന്നെ ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ട അനുഗ്രഹീനായ ദൈവദാസൻ പാസ്റ്റർ TV ജോയ്, പ്രിയപ്പെട്ട ആൻറ്റി, ആ കുടുംബത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ കർത്താവ് ഈ ദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയും ചെയ്യാൻ പോകുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ചെറിയൊരു കാര്യമല്ല. എന്തുമാത്രം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഈ ഒരു കഴിഞ്ഞ 2.25 പതിറ്റാണ്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം തിരിഞ്ഞു നോക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനും മുമ്പോട്ട് നോക്കി ദൈവസന്ധിയിലേക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം തന്ന ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ടവരിലൂടെ കർത്താവ് ചെയ്തെടുക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിവിടെ ഒന്ന് കാണുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ദൈവം എളിവനും ഇടയാക്കി. എല്ലാ ആത്മാർത്ഥമായ സമർപ്പണത്തോടു കൂടിയ പ്രവർത്തനങ്ങൾക്ക് വിശ്വസ്തതയ്ക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണല്ലോ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വാത്സല്യ സഹോദരൻ, ഒപ്പം തന്നെ ഇവിടെ ഈ ജൂബിലി ശുശ്രൂഷകളുടെ നടത്തിപ്പുകൾക്കായിട്ട് കഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, പ്രവർത്തകർ, ഈ സഭാവിശ്വാസികൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട വീണ്ടും ശുശ്രൂഷ നടത്തപ്പെടുന്നുണ്ട്. അനുഗ്രഹരായ കുഞ്ഞുങ്ങൾ ആ ശുശ്രൂഷയിൽ പങ്കുചേരാൻ വേണ്ടി വളരെ ദൂരം യാത്ര ചെയ്ത് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരൊക്കെ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളുടെ ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വലിയ ഒരുക്കത്തോടെയും സന്തോഷത്തോടെയും കടന്നു വരുന്നു. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കലും ഇവിടെ ഞായറാഴ്ച 6 മണി മുതൽ നടത്തപ്പെടുന്ന ശുശ്രൂഷയിലേക്ക് കൂടെ ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ മീറ്റിംഗ് കടന്നു വരണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരിക്കും എന്നും ഓർപ്പിക്കുന്നു. എന്നോടൊപ്പം റാന്നിയിൽ നിന്ന് കടന്നു വന്ന കർത്താവിന് ഞങ്ങളുടെ സഹോദരൻ മകൻ ഏബല്, ഒപ്പം തന്നെ പാസ്റ്റർ ജോഷുവ, പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്ധ്യയായിരിക്കാം. അടുത്ത മകനെയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്ധിയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് നമ്മുടെ പുസ്തകങ്ങൾ തുറക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം വളരെ പരിചിതമായ വേദഭാഗമാണ്. അതിൻ്റെ 3-ാമത് അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത് അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം, എല്ലാവർക്കും അറിയാവുന്ന വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത് അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, അതിൻ്റെ 12-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് പറയണേ. എല്ലാവരും ഉറക്കെ പറയണം. യോഹന്നാൻ 1:12. അവിടുത്തെ കൈകൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഒന്നുകൂടെ പറഞ്ഞ്, അവിടുത്തെ കൈകൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാന് അധികാരം കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, വചനത്തിൽ പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്തത് എന്നുള്ളതാണ് നാം ചിന്തിക്കുക. നോക്കൂ, നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ചില വചനങ്ങൾ വായിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത് അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ
പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എല്ലാവരും പറഞ്ഞേ, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ. 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, യെശയ്യാവ് 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കുന്നു. എല്ലാവരും ഉറക്കെ പറഞ്ഞ്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എല്ലാവരും പറഞ്ഞ്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എന്ന് പറഞ്ഞ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട് എന്ന് കാണുന്നു. എന്നാൽ അതിനു മുമ്പ്, തൻ്റെ ജനനത്തിന് മുമ്പ്, ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിക്കുകയാണ്. എന്താണ്? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്തിനാണ് ഇമ്മാനുവേൽ? അങ്ങനെ ഒരു ദർശനം, ഒരു ദൈവിക ദർശനത്തെക്കുറിച്ച് ഈ പ്രവാചകൻ പറയുവാണ്. അതിനൊരു കാരണമുണ്ട്. അന്ന് വരെ മനുഷ്യനെ കൂടെ നടക്കാത്ത, അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് ഒത്തിരി അകന്നിരുന്ന, മനുഷ്യന് അസ്പൃശ്യനായിരുന്ന, മനുഷ്യർക്ക് കാണാൻ സാധിക്കാതിരുന്ന ഒരു ദൈവചിന്തകളാണ് അന്നുണ്ടായിരുന്ന പുരാതന മതങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പലപ്പോഴും ആ ചിന്തകൾ മനുഷ്യനെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. പുരാതന ബാബിലോണിയ മതവിശ്വാസങ്ങളിൽ വന്നുണ്ടായിരുന്ന പല മതങ്ങളിലും ഇങ്ങനെയുള്ള മനുഷ്യനോട് ഇഴകിച്ചേരുന്ന, മനുഷ്യനോടൊപ്പം നടക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാതിരിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ പ്രവചിക്കുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് എന്തെന്ന് പേർ വിളിക്കും? ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ ആരാണെന്ന് മത്തായി പറയുന്നുണ്ട്. എന്താണ് മത്തായി സുവിശേഷം പറയുന്നത്? ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. എല്ലാവരും പറഞ്ഞേ, ദൈവം നമ്മോട് കൂടെയുള്ള. അപ്പം നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമുക്ക് തൊടാൻ പാകത്തിൽ നമുക്കുള്ള, നമ്മളെ അറിയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നു. ആ ദൈവത്തിൻ്റെ പേരെന്താണ്? ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ. എല്ലാവരും ഒന്ന് പ്രതികരിച്ചിരിക്കണേ, ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ട് എല്ലാ ദൈവമക്കളുടെയും പ്രതികരണം എളിവനായ ഈ ദാസൻ വിനയ പുരസ്കാരം ആവശ്യപ്പെടുകയാണ്. 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, കണ്ണിലോട്ട് ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് അത് ടെക്നിക്കലി അത് ഇവർക്ക് ആവശ്യമാണ്. ഈ ലൈവ് പോകുന്നവർക്ക് എൻ്റെ മുഖം കാണണമെങ്കിൽ ഈ ലൈറ്റ് ആവശ്യമാണ്. അപ്പം അവരെയും നമ്മൾ ഓർക്കണം. ധാരാളം പേരിലേക്ക് ഈ സന്ദേശം ചെല്ലട്ടെ. എന്നാൽ എൻ്റെ ഒരു പ്രശ്നം, എനിക്ക് നിങ്ങളെ കാണത്തില്ലെന്നുള്ളതാണ്. കുറച്ച് പേരെ എനിക്ക് കാണത്തുള്ളൂ, ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ. അതാണ് എൻ്റെ ഒരു സത്യം. വാക്യവും വായിക്കാൻ പാടാണ്, ഇവിടെയും വായിക്കാൻ കണ്ണടിക്കുമ്പം വാക്യം കാണാൻ പാടാണ്. അത് സാരമില്ല, ഓർമ്മയെന്നൊക്കെ പറയാം, എല്ലാം ശരിയാകും. പക്ഷേ എനിക്ക് വേണ്ട ഒരു ചെറിയ ലൈറ്റ് കുറയ്ക്കണമെന്നൊന്നുമില്ല. ലൈവിനനുസരിച്ചുള്ള ലൈറ്റ് കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ ലൈവിലൊന്നും കാണത്തില്ല. എന്നാലും എൻ്റെ മുമ്പിൽ എനിക്ക് കാണാവുന്നവരോടുള്ള വിനീതമായ അപേക്ഷ. ഇന്നലെ 10 മണിയായപ്പം വണ്ടിയിൽ കയറിയ, രാവിലെ 10:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇനി രാത്രി തിരിച്ച നാളെ എപ്പോഴാണ് ചെല്ലുമെന്ന് അറിയത്തില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് എന്നെ നോക്കി ചിരിക്കാതിരിക്കരുത്. മുമ്പിരിക്കുന്നവർ ക്രുദ്ധിച്ചിരിക്കരുത്. നിങ്ങൾ ചിരിക്കത്തിരുന്ന് വാശിയുണ്ടെങ്കിലും എന്നോട് കാണിക്കരുത്. ഞാൻ ആൾ പാവമാണ്. ഒരു വട്ടമെങ്കിലും എന്നോട് സഹകരിച്ചപ്പോൾ ജോയി പാഷോട് ചോദിച്ചു, പാവുക ജോയി പാഷ എന്നെ ഒരു ദിവസം കണ്ടിട്ടുള്ളൂ, ഞാൻ പാവമെന്നറിയാം. ഞാൻ ഇവിടെ, എൻ്റെ ഭാര്യ ഇവിടെ അമ്മായിപ്പാലത്ത്, ചിന്നായി കൊച്ചമ്മയുടെ ഒപ്പം അവിടെ നല്ല പ്രായത്തിൽ കർത്താവിൻ്റെ വേല ചെയ്താണ്. വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ വന്നാൽ സഭയുടെ ഒത്തിരി അവിടെ ഇന്ന് വെള്ളിയാഴ്ച യോഗം, മാസയോഗം, അതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പം ഏറ്റവും നല്ല യൗവനത്തിൽ 10-20 വയസ്സിൽ പ്രായമുള്ളപ്പം ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി അമ്മായിപ്പാലത്ത് കൊച്ചമ്മയോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്ത് ദേശത്തെല്ലാം കയറി ഇറങ്ങി നടന്ന നല്ല ഓർമ്മകൾ എപ്പോഴും പങ്കുവയ്ക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, ഞാൻ വയനാടിൻ്റെ മരുമകനാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പവർ വിഷൻ്റെ ഒരു മീറ്റിങ്ങിൽ ഇവിടെ നടന്നപ്പോഴും ഞാനത് പറഞ്ഞു. എൻ്റെ ഭാര്യ വീട് ഇവിടെ പിന്നെ ഇവിടെ കോഴിക്കോട് അടിവാരത്താണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇവിടെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. പ്രത്യേകിച്ച് ഈ ദേശത്തെല്ലാം എൻ്റെ ഭാര്യ എപ്പോഴും പറയും, ഇവിടെ പുൽപ്പട്ടിൽ, ഈ വയനാട്, ബത്തേരി, ഇവിടെ എല്ലാം അവർ നടന്ന് അമ്മച്ചിയോടൊപ്പം അവരുടെ ടീം പ്രവർത്തിച്ചതാണ്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ
സഹോദരങ്ങളോടൊപ്പം ഇവിടെ എല്ലാം കയറി ഇറങ്ങി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ സഹായിക്കും. അപ്പം ആ ദൈവത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഇവിടെ പറയുക. അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞ് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഒന്നുകൂടെ പറഞ്ഞ് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പോൾ നമ്മളിന്ന് രാത്രിയിൽ ഈ അത്ഭുത മന്ത്രിയെക്കുറിച്ച് കേൾക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞ് മുഖ്യമന്ത്രി ചർച്ച നടക്കുവാണെന്ന് തോന്നുന്നു. വാർത്ത ഇന്നത്തെ ഞാൻ കേട്ടില്ല. എന്നാലും മന്ത്രിമാരെയൊക്കെ ഇനിയും വരും. ആരിവിടെ ഭരണം മാറിയാലും വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ മാറിയാലേ സ്വർഗത്തിൽ പോത്തുള്ളൂ. ആരും മാറിയാലും നമ്മൾ ശരിയായാലേ നമുക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ അത്ഭുത മന്ത്രിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അവിടുന്ന് ആരാണ്? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കുന്നു. അവിടുന്ന് ആരാണ്? അത്ഭുത മന്ത്രിയാണ്. ഞാനിത് പകൽ പറഞ്ഞ ഒരു കഥ വീണ്ടും പറയുകയാണ്, പകലില്ലാത്തവർക്ക് വേണ്ടി. വലിയ അത്ഭുതമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഈ മന്ത്രി മാറിയാലും, പിണറായി സർക്കാർ മാറി, ഇനിയിപ്പോൾ ഇവിടെ ആര് വന്നാലും വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ട. പണ്ട് നമ്മുടെ ഒരു മന്ത്രി, ഈ മന്ത്രി ഇനിയും തിരഞ്ഞെടുക്കും മന്ത്രിമാരെവിടെ പോകും? പഴയ കഥയാണ്, നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും. മന്ത്രിമാർ വിദേശയാത്ര നടത്തും. അടുത്താണ് നടക്കാൻ പോകുന്നത് വിദേശയാത്ര. അത് ഏത് മന്ത്രിസഭ വന്നാലും വിദേശയാത്ര പോകും. അങ്ങനെ എന്തിനാ സത്യത്തിൽ വിദേശയാത്ര പോകുന്ന വെച്ചാൽ, അവിടെ പോയി അവിടുത്തെ വികസനമൊക്കെ പഠിച്ചിട്ട് ആ വികസനം ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയാണ്. പഠനയാത്രയാണ് ശരിക്കും. പക്ഷേ ഇതെല്ലാം ഉല്ലാസയാത്രയായിട്ടാണ് അവസാനിക്കുക. അങ്ങനെ നമ്മുടെ ഒരു മന്ത്രി ഇംഗ്ലണ്ടിൽ പോയി അവിടുത്തെ മന്ത്രിയുടെ ആതിഥ്യം സ്വീകരിച്ച് അവരുടെ വീട്ടിൽ താമസിച്ചു. നല്ലൊരു കൊട്ടാരം പോലെ നല്ലൊരു വീട്. അപ്പം നമ്മുടെ മന്ത്രി ചോദിച്ചു, ഞാൻ പകൽ പറഞ്ഞായിരുന്നു, നമ്മുടെ മന്ത്രി ചോദിച്ചു ഇത്രയും നല്ല വീട് എങ്ങനെയാ പണിതെന്ന് ചോദിച്ചപ്പം അവിടുത്തെ മന്ത്രി പറഞ്ഞു, സാറ് നോക്കിക്കേ, ആ ആറ് കണ്ടു, ആ നദിക്ക് കുറുകെയുള്ളൊരു പാലം കണ്ടു. ആ പാലം ടെൻഡർ കൊടുത്തത് ഞാനാണ്. അപ്പം അതിൻ്റെ 10% കമ്മീഷൻ എനിക്ക് കോൺട്രാക്ടർ തന്നു. ആ 10% കമ്മീഷൻ കൊണ്ടാണ് ഈ വീട് പണിതത്. മന്ത്രിക്ക് സന്തോഷമായി. മന്ത്രി നാട്ടിൽ വന്നു. അങ്ങനെ സുഖലോലുപനായി വാഴുമ്പോൾ അവിടുത്തെ മന്ത്രി കേരളം പഠിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ആയുർവേദത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ വന്നപ്പോൾ നമ്മുടെ ഈ മന്ത്രിയുടെ വീട്ടിലാണ് താമസിച്ചത്. ഭയങ്കര ഒരു കൊട്ടാരം പോലെ വീട്. അപ്പോൾ അവിടുത്തെ മന്ത്രി ചോദിച്ചു, ഈ വീട് എങ്ങനെയാ പണിതെന്ന്. അപ്പം നമ്മുടെ മന്ത്രി പുങ്കവൻ പറഞ്ഞു, അങ്ങോട്ട് നോക്കിയേ, ആറ് കണ്ടു. അവിടെ ഒരു പാലം കണ്ടോ? ഇല്ല. ഒന്നുകൂടെ നോക്കിയേ, കണ്ടോ? ഇല്ല. അവിടെ വരേണ്ടിയിരുന്ന പാലമാണ് ഈ വീട്. അപ്പോൾ ആര് വന്നാലും നമ്മൾ മാറണ്ടേ? പക്ഷെ മറ്റൊരു മന്ത്രി എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്. മന്ത്രിയുടെ പേരെന്താണ്? അത്ഭുത മന്ത്രി എന്നാണ്. ഇന്നും അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. അത്ഭുതങ്ങൾ ഇന്നും തീർന്നിട്ടുണ്ടോ? ഇല്ല. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ദൈവം ചെയ്ത എല്ലാ അത്ഭുതങ്ങളാണ്. കർത്താവിന് ഒരു കാര്യം എന്തല്ല അസാധ്യമല്ല. എല്ലാവരും പറഞ്ഞ്, കർത്താവിന് ഒരു കാര്യം എന്തല്ല അസാധ്യമല്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് പറയാൻ. ദൈവം ആരാണ്? അത്ഭുത മന്ത്രിയാണ്. മാനുഷികമായി അസാധ്യമായിരുന്ന, നമ്മൾ പോലും ഉപേക്ഷിച്ചിരുന്ന എത്രയോ കാര്യങ്ങളുടെ മേൽ എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തെന്ന്, അവൻ അത്ഭുത മന്ത്രിയാണെന്ന് പറയാൻ കഴിയുന്നവരെല്ലാം ഇന്ന് രാത്രി ഈ ജൂബിലി, ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം, ഇങ്ങനെ ഒരു ആരാധന, ഒരു സാധാരണക്കാരനായി ഇവിടെ ജീവിച്ച ഒരു മനുഷ്യനെ ദൈവം സന്ദർശിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറക്കി ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തത് തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയല്ലേ? അങ്ങനെയെങ്കിൽ എല്ലാം ദൈവം ആരാണ്? അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എനിക്ക് 1000 നാവാണ് ഈ കാര്യം പറയുവാൻ, യേശുവിനെ കുറിച്ച് പറയാൻ. ഞാൻ ഇന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, ആവേശത്തോടെ പറയണം. ആവേശത്തോടെ പറയുന്ന, ആവേശം എന്ന് തീരുന്നു അന്ന് ഇതൊരു ചടങ്ങാകുമ്പോൾ ശുശ്രൂഷ നിർത്തണം. കാരണം അത്രയും പ്രസംഗിക്കുന്നിടത്തോളം കാലം എങ്ങനെ പ്രസംഗിക്കണം? ആവേശത്തോടെ പ്രസംഗിക്കണം. ദൈവമേ, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. അപ്പോൾ ദൈവം ആരാണ്? സമാധാന പ്രഭുവാണ്. മനുഷ്യരെല്ലാം ഇന്ന് സത്യത്തിൽ ആഗ്രഹിക്കുന്നതും തേടുന്നതും എന്താണ്? സമാധാനമാണ്. നമ്മളിന്ന് കേരളത്തിൻ്റെ ഒരു സിനാരിയോ എടുത്താൽ ഇന്ന് ഒത്തിരി പ്രശ്നങ്ങൾ, ലഹരിയുടെ ഒരു പ്രശ്നമാണ്. ലഹരി ഒരു ഭയങ്കര നീരാളിപ്പിടുത്തമാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഒരു യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു ഭയങ്കര ദുരന്തമാണ്. സത്യത്തിൽ ഈ മക്കൾ ലഹരി എടുക്കുന്ന എന്തിനാ? സമാധാനത്തിനാണ്. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് അറിയാൻ വയ്യാഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ്. നമ്മുടെ മനസ്സേ അല്ല ഈ കുഞ്ഞുങ്ങൾ, നമ്മുടെ മനസ്സേ അല്ല.
ഞാൻ ഈ അടുത്തിടയ്ക്ക് കുറേ പെൺപിള്ളേരെ കണ്ടു. എൻ്റെ ചങ്ക് പറഞ്ഞു പോയി പ്രിയരെ. സ്വയം മുറിക്കുന്ന പിള്ളേരാ, സ്വയം മുറിക്കുക ബ്ലേഡിട്ട്. സുന്ദരന്മാരെ. അവർക്ക് ചിലർക്കൊക്കെ അവർ ഈ ഫുൾ പിന്നെ എന്താണ് ഇവിടം വരെയുള്ള ഇറക്കമൊക്കെ ഉള്ള ബെന്നൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ദേഹം മുഴുവൻ വരഞ്ഞു വെച്ചേക്കുക. എന്തിനാ വരയുന്നേ? അവർ പറഞ്ഞ് ടെൻഷൻ സഹിക്കാൻ വരുമ്പോൾ. എന്താ ടെൻഷൻ? ഒന്നുമില്ല. നമ്മുടെയൊക്കെ ടെൻഷൻ എന്തായിരുന്നു? വയറ് നിറച്ച് കഴിക്കാനില്ല എന്നുള്ളതായിരുന്നു. ഇത് നിങ്ങൾ വെച്ചാൽ എനിക്ക് വേണ്ടാന്നല്ല പറഞ്ഞത്, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എൻ്റെ പുറകെ എന്തിനാ നടക്കുന്നത്? അപ്പോൾ കഴിക്കാനില്ലാത്തതല്ല കുഴപ്പം, കഴിക്കാനുള്ളതാണ് കുഴപ്പം. എന്തോ ഇവിടെ പ്രശ്നം? ബോറടിച്ചപ്പം ബ്ലേഡ് മുറിച്ചു. അവധിക്കിരുന്ന് ബോറടിക്കുക. സത്യത്തിൽ പിള്ളേരെല്ലാം ബോറടിക്കേണ്ടായിരുന്നു. നമ്മുടെയൊക്കെ പണി എന്തുവായിരുന്നു? എവിടെ കൊണ്ടുപോയി, ആരെവിടെ കൊണ്ടുപോയി എന്നീ പറയുന്നേ? അവധി കഴിഞ്ഞാൽ നമ്മളെന്തോ ചെയ്തു? എന്തോ ചെയ്യാനാ? പിന്നെ ഒരു പണിയില്ലാത്തപ്പം VBSന് പറഞ്ഞു വിട്ടു. അതൊരു സന്തോഷമാണ്. ഞാൻ പറയും, ഞങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ VBSന് ദൈവകൃപയാൻ ഞാൻ നടത്തിയിട്ടുണ്ട്. എളിമപ്പെട്ട് പറയാം, 2000 പിള്ളേരെയും കൊണ്ട് ഞാൻ VBS നടത്തി. അന്ന് ചെറുപ്പത്തിൻ്റെ ഒരു ആവേശം, ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം അത്രയും ചെയ്യാറില്ല, കാരണം എൻ്റെ ധൈര്യം, അന്നത്തെ ആ ചെറുപ്പത്തിൻ്റെ ആവേശം കൂടെ. ഇപ്പം പിന്നെ അമ്മമാരൊക്കെ കാണുമ്പോൾ പറയും, VBS ഇല്ലേ? അക്രൈസ്തവർ പോലും ചോദിക്കും, പക്ഷേ VBS ഇല്ലേ? എൻ്റെ ആൻറ്റി വലിയ ടെൻഷനാണ്. ഇല്ല, അങ്ങനെയല്ല, നടത്തണം, നല്ല കാര്യമായി, പിള്ളേർക്ക് നല്ല മാർക്കല്ലേ, നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നതല്ലേ. സത്യത്തിൽ VBSനോടുള്ള സ്നേഹം കൊണ്ടല്ല, അവധിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് VBS. ഒരു വണ്ടി വരും, പൊക്കിയെടുത്ത് അതിനകത്ത് ഇടും. ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ചാടിച്ച് തുള്ളിക്കും. ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇവരെ എടുത്തിട്ട് മറിക്കും. യേശു തേരാ നാം സബ്സേ ഊംചാ ഹേ കമോൺ എവരിബഡി എന്നൊക്കെ പറയുമ്പോൾ ചാടിച്ച് തുള്ളിച്ച് ഒരു പപ്സും ഒരു ഇച്ചിരി സ്ക്വാഷും കൊടുക്കും. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഒറ്റ ഉറക്കം, പിറ്റേ ദിവസം എഴുന്നേക്കത്തുള്ളൂ. ഒരാഴ്ച പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. വരയ്ക്കുന്ന പിള്ളേർ, മുറിക്കുന്ന പിള്ളേർ, ടെൻഷൻ അടിക്കുമ്പം കഞ്ചാവ് എടുക്കുക. ആരെങ്കിലും കൂട്ടുകാരിത് കൂട്ടുകാരെ കൊടുക്കുന്നത് ടെൻഷൻ മാറ്റാൻ കൊടുക്കുക. പ്രേമനൈരാശ്യം, എന്തെല്ലാം പ്രശ്നങ്ങളായി മക്കളുടെ മനസ്സിൽ കൂടെ പോകുന്ന ഡിപ്രഷൻ. ഇവരെല്ലാം സമാധാനം തേടി പോവുക. സമാധാനം കിട്ടുന്നുണ്ടോ? അതുമില്ല. ഇവിടെയാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. ക്രിസ്തു ആരാണ്? സമാധാന പ്രഭുവാണ്. എങ്ങനെയാണ് യേശു സമാധാന പ്രഭുവാകുക? എന്തെല്ലാം മേഖലകൾ മനുഷ്യൻ്റെ സമാധാനം കളയാം. ഒന്നാമത് മനുഷ്യൻ്റെ സമാധാനം കളയുന്നത് പാപമാണ്. പാപം ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വീട്ടിൽ ഒരച്ഛൻ കുടിയനായാൽ അമ്മയുടെ സമാധാനം പോകും, മക്കളുടെ സമാധാനം പോകും, ഭാര്യയുടെ സമാധാനം പോകും, നാട്ടുകാരുടെ അയൽക്കാരുടെ സമാധാനം പോകും. പോകത്തില്ലേ? പോകും. പാപം മനുഷ്യൻ്റെ സമാധാനം കളയും. എങ്ങനെയാണ് മനുഷ്യൻ പാപിയായി മാറിയത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ സ്വന്തം സ്വരൂപത്തിനും സാദൃശ്യത്തിനും. ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കി വെച്ചു. എല്ലാം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന തിന്മ നന്മകളുടെ വൃക്ഷഫലത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? കഴിക്കരുത് പറഞ്ഞു. തിന്മയും നന്മയും അറിയുന്ന സത്യത്തിൽ നല്ലതല്ലേ? പിന്നെ എന്തിനാ അങ്ങനെ കഴിയില്ലെന്ന് പറഞ്ഞത്? അതിനു മുമ്പ് അവരെല്ലാം അറിഞ്ഞിരുന്നത് ദൈവത്തോട് ചോദിച്ചാണ്, ദൈവത്തോടൊപ്പം നടക്കുകയായിരുന്നു. അവിടെ ദൈവബന്ധം വിച്ഛേദിക്കപ്പെടുകയും അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ഇച്ഛകൾ ഉണരുകയും അവരുടെ തീരുമാനത്തിൽ അവർ ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, തിന്നുന്ന നാളെ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കും. സാത്താൻ വന്ന് അവരെ പ്രലോഭിപ്പിക്കുകയും പാപം ചെയ്യുകയും ചെയ്ത വഴി മനുഷ്യൻ ആരായി മാറി? പാപിയായി മാറി. ഇന്ന് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം മനുഷ്യൻ പാപിയാണെന്ന്. മനുഷ്യരാരാണ്? പാപിയാണ്. ചിലർ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ മനുഷ്യരെ പാപി എന്ന് വിളിച്ചു. യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ ആരാണ്? പാപിയാണ്. മനുഷ്യൻ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് നഷ്ടപ്പെടുത്തി. അപ്പം മനുഷ്യൻ പാപികളായി മാറി. എങ്ങനെ? ആദം ഹവ്വ ദമ്പതികളുടെ പാപത്തിലൂടെ. റോമർ 5:12 ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. എല്ലാവരും പാപം ചെയ്തു. ഈ പാപം ചെയ്ത മനുഷ്യൻ ഇനി എങ്ങനെ രക്ഷപ്പെടും? പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നുവെന്ന് റോമർ 5:13 കാണുന്നു. അപ്പം മരണം മോശ വരെ. ദൈവം മോശയുടെ കാലമായപ്പോൾ ഒരു കാര്യം കൊടുത്തു, നിയമം കൊടുത്തു. എന്തിനാ നിയമം കൊടുത്തത്? നിയമം അനുസരിക്കാനാണ്. നിയമം അനുസരിക്കുമ്പോൾ ദൈവം നിയമം മോശ വഴി കൊടുത്ത സകല നിയമങ്ങളോട് ക്യാപ്സൂളാക്കി കൊടുത്തതാണ് 10 കൽപ്പനകൾ. 10 കൽപ്പനകൾ അറിയാവുന്നവരൊന്ന് കൈപൊക്കുകയും 10 കൽപ്പനകൾ അറിയാവുന്നവരൊന്ന് കൈപൊക്കുകയും. ചോദിക്കത്തില്ല, പേടിക്കണ്ട. 10 കൽപ്പന അറിയാവുന്നവര് 10 കൽപ്പന അറിയാം. 10 കൽപ്പന പഠിക്കണം കേട്ടോ. ഞാനല്ലാതെ പിന്നെ നിൻ്റെ അപ്പനെ അമ്മയെ എന്ത് ചെയ്യണം?
ബഹുമാനിക്കണം. അങ്ങനെ 10 കൽപ്പന അടിസ്ഥാനപരമായി ഒരു ക്രിസ്ത്യാനി എന്ത് പഠിച്ചിരിക്കണം? 10 കൽപ്പനയെങ്കിലും പഠിക്കണേ. അങ്ങനെ 10 കൽപ്പന, മൊത്തം കൽപ്പനകളും ക്യാപ്സൂളാക്കിയതാണ് എന്ത്? 10 കൽപ്പന. ഈ 10 കൽപ്പന ദൈവം കൊടുത്തു. എന്തിനാണ് കൽപ്പന കൊടുത്തത്? നിയമം ലംഘിക്കരുത്, നിയമം അനുസരിക്കണം. പക്ഷെ നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ഏത് നിയമം ലംഘിച്ചാലും എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. അപ്പം ശിക്ഷയെ ഓർത്ത് എന്ത് അനുസരിക്കണം? നിയമം അനുസരിക്കണം. ഒക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, ശിക്ഷ കിട്ടും. മനുഷ്യരോട് ദൈവം പറഞ്ഞു, മുഖത്തെ വിയർപ്പോടെ നീ എന്ത് കഴിക്കണം? ഉപജീവനം എന്ന് പറഞ്ഞാൽ വിയർത്തിട്ടേ എന്ത് ചെയ്യാവൂ? കഴിക്കാവൂ. നമ്മുടെ അച്ഛൻ അതിനെ മാറ്റി കഴിക്കുമ്പം വിയർത്തോണമെന്നാക്കി. അച്ഛൻ കഴിച്ചെന്ത് ചെയ്യുക? വിയർക്കുക. എരിയും മട്ടൻ ബിരിയാണിയിലാണ് കഴിച്ചച്ചാൻ വിയർക്കുക. കഴിച്ച് വിയർക്കണം എന്നല്ല വേദവസം എഴുതിയത്, വേർത്ത് കഴിക്കണം എന്നാണ് എഴുതിയത്. നമ്മളിപ്പം കഴിച്ച് വിയർക്കുക അല്ലേ? സത്യമല്ലേ? കഴിച്ചെന്ത് ചെയ്യുക? വിയർക്കുക. വിയർത്താലേ എന്ത് ചെയ്യാവൂ? കഴിക്കാവൂ. എനിക്ക് വയനാട് വന്നതല്ലേ ഉള്ളൂ, എന്നാലും ചോദിക്കുക. ഞാൻ പല ചോദ്യം കഴിഞ്ഞ ദിവസമൊക്കെ കിസ് എടുത്തപ്പോൾ പിള്ളേരൊക്കെ ചാടി അവാർഡ് മേടിച്ച പിള്ളേരുണ്ട് ഈ യൂത്ത് മീറ്റിങ്ങിലൊക്കെ. ഞങ്ങളുടെ നാട്ടിലും നമ്മുടെ നാട്ടിലും വയനാട്ടിലും കേരളത്തിലും എവിടെയും ആര് മരിച്ചാലും ശവമല്ലേ? മുസ്ലിം മരിച്ചാൽ മയ്യത്തായി, അങ്ങനല്ലേ? മയ്യത്താവും. ക്രിസ്ത്യാനി മരിച്ചാൽ മരിച്ചു. വലിയ ആൾക്കാർ മരിച്ചാൽ നിര്യാതനായി, ദിവംഗതനായി. രാജാവ് മരിച്ചാൽ നാട് തൂങ്ങി. എന്നാലും ആര് മരിച്ചാലും ശവമല്ലേ? ആണോ? എന്നാൽ കോഴി എത്താലോ? കോഴി എത്താൻ ഒരു 10 പേര് പറയാമോ എന്തെല്ലാം ആകുന്നു? മോനെ, ക്യാമറ ഇരിക്കുന്ന മോനെ, ഒരു 10 കോഴി എത്താൻ എത്ര പേരാവും? KFC ആവുമോ? ചിക്കിങ്, പിന്നെ പറയടാ, ചിക്കൻ അൽഫാം, പിന്നെ കുഴി മന്തി, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ചിക്കൻ വറുത്തരച്ചത്, ചെട്ടിനാട്, പിന്നെ പറ ചിക്കൻ ചില്ലി, ചിക്കൻ 65, ഡ്രാഗൺ ചിക്കൻ, പിന്നെ പറഞ്ഞു ബട്ടർ ചിക്കൻ, ചിക്കൻ കട്ട്ലേറ്റ് എന്ന് വേണ്ട. ചിക്കൻ ഒരു ചിക്കൻ ചത്ത 1000 പേരാ. നമ്മൾ ചത്താ വെറും ആരാ? ശവമാണ്. ചിക്കൻ ചത്ത 1000 പേരായില്ലേ? മനുഷ്യൻ കഴിച്ചു വേർത്ത് കഴിച്ചു. അവസാനം എന്താ പറ്റി? ശിക്ഷ കിട്ടിയതെന്താ? ഡയബറ്റിക്കും പ്രഷറും കൊളസ്ട്രോളും കിട്ടി. എനിക്കുമുണ്ട്. എങ്ങനെ അറിയാം? മുഖം കണ്ടാൽ അറിയാം. അറിയത്തില്ലേ? അറിയാവുന്നവർക്ക് അറിയാം. പക്ഷേ ഈ ശിക്ഷ കിട്ടിയിട്ടും ഓർത്തോണം, ഏത് കല്യാണത്തിൽ എന്നാലും ഐസ്ക്രീം രണ്ടാമത് ചോദിച്ചെങ്കിൽ ഇഷ്ടൻ ആരായിരിക്കും? ഷുഗർ പേഷ്യൻ്റ്. കറക്റ്റാണെന്ന് അച്ചായൻ പറഞ്ഞു. കറക്റ്റാ. ഇനി ചില അച്ചായന്മാർ ഈ മട്ടൻ ബിരിയാണി, നിങ്ങളുടെ നാട്ടുകാരൻ ഞങ്ങളുടെ ഒരു നാട്ടിൽ വന്ന വലിയൊരു എന്താ കോശിയുടെ മട്ടൻ ബിരിയാണിയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ഫേമസാണ്. അറിയത്തില്ലേ? കോശി നിലമ്പൂർ കോശിയാണ്. അപ്പം ഞാൻ കണ്ടോണ്ട് ഈ മട്ടൻ ബിരിയാണി വിളുമ്പം ചില അച്ചായന്മാർ ഈ പിള്ളേരെ വിളിച്ചു. ഞാൻ മേടിച്ചു മാനിരുന്ന് കരുതിയവർ വിളമ്പുന്ന പിള്ളേരെ കണ്ടു. ഇങ്ങനെ ഞാൻ എൻ്റെ കൈക്ക് വിറയിലുണ്ടോടാ? ഞാൻ കേട്ടോണ്ടിരിക്കുക വിറയിൽ. അവൻ പേടിച്ചു. എന്നാ വെച്ചാൽ പീസ് ഇങ്ങോട്ട്, നീ പീസ് വേറെ ഒന്നും വേണ്ട. എന്താ ഈ പീസ് ചോദിച്ചവൻ്റെ കൊളസ്ട്രോൾ 400. പീസ് മാത്രം ചോദിച്ചോ, കൊളസ്ട്രോൾ എത്ര ആയിരിക്കും? 400 ആയിരിക്കും. വീട്ടിൽ കൊടുക്കത്തില്ല, പുള്ളി ഇവിടെ കഴിക്കും, നാട്ടിൽ. അപ്പം പുള്ളി പറയും കല്യാണത്തിന് പോയാലേ കഴിക്കത്തുള്ളൂ. പക്ഷേ എല്ലാ കല്യാണത്തിനും പുള്ളിയുണ്ട്. നന്മ ചെയ്യണമെന്ന് എന്തോ ഉണ്ട്, ആഗ്രഹമുണ്ട്. ഒക്കുന്നുണ്ടോ? ഒരു ഷുഗർ ഐസ്ക്രീം മാറ്റാൻ ഒക്കാത്ത നമ്മളാ പാപം മാറ്റുന്നേ. ഐസ്ക്രീം അല്ല. ഈ പിള്ളേരോടൊക്കെ ചോദിച്ചോട്ടെ, ഇപ്പം സ്കൂൾ തുറക്കും, 10ൽ കയറുന്ന പിള്ളേരൊന്ന് കൈ പൊക്കിക്കേ. 10ൽ കയറുന്ന മക്കളുണ്ടെങ്കിൽ 10ൽ 10th 11th ഉണ്ടോ? ഉടങ്ങാനോ? ആരുമില്ലേ? ഒരാളോ ഉള്ളോ? ഓക്കെ. ഈ പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത മക്കളുണ്ടോ? എനിക്ക് പഠിക്കുകയേ വേണ്ടെന്ന് പറയുന്ന മക്കളുണ്ടോ? ഇല്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്ത് ചെയ്യണമെന്ന്, പഠിക്കണമെന്ന്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഒക്കുന്നില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം, മനസ്സിലാക്കാൻ വേണ്ടിയാ. ഞാൻ അന്ന് 10ൽ കയറിയപ്പോൾ എൻ്റെ അപ്പൻ എനിക്കൊരു സമ്മാനം തന്നു. മക്കൾ കേൾക്കണം. വട്ടത്തിൽ ഇരിക്കും, താഴെ 2 കാലുണ്ട്, മേളിലൊരു ഒരു സുനയുണ്ട്, പുറകിൽ കുറച്ച് സാധനമുണ്ട്, മേശപ്പുറത്ത് വെക്കാം. പേരറിയാവോ? വട്ടത്തിയിരിക്കും, താഴെ 2 കാല്, മേളിലൊരു സുന, പുറകിൽ കുറച്ച് സാധനം. അറിയാമെന്ന് ആരെങ്കിലും പറഞ്ഞേ? ടൈം പീസ് ഓർമ്മയുണ്ടോ? ടൈം പീസ് എന്തിനാ വെക്കുന്നേ? ടൈം പീസ് എന്തിനായിരുന്നു മേടിച്ച് വെക്കുന്നേ? അലാറം അടിക്കാനാ. എൻ്റെ അപ്പം മേടിച്ച് തന്നു. അലാറം വെച്ച് നേരത്തെ എഴുന്നേറ്റണം. ഞാൻ നേരത്തെ കിടന്നുറങ്ങി. 3:30 അലാറം വെച്ച്. അലാറം ഈ സാധനം തലക്കിയിരിക്കും. ഒരൊറ്റ അട്ടിയാ 4 മണിയാകുമ്പോൾ ഒറ്റ അട്ടി. എന്നിട്ട് എന്തോ ചെയ്യാനാ? അവിടെ ഇരുന്നുകൊണ്ട് കൈ നീട്ടി അതിനെ മേളിൽ തൊട്ടു.
അലാറം നിർത്തിയിട്ട് നമ്മൾ സുഖമായിട്ട് കിടന്ന് എന്ത് ചെയ്തു? ഉറങ്ങി. അലാറം വെച്ചു. ഇപ്പോഴും ഇതുപോലെ മൊബൈലിൽ അലാറം വെക്കുക. എന്തിനാ? പ്രാർത്ഥിക്കാൻ എഴുന്നേക്കാൻ. എന്നിട്ട് പ്രാർത്ഥിച്ചോ? പോട്ടെ, പിള്ളേരുടെ കാര്യം പോട്ടെ. പ്രാർത്ഥിക്കാൻ അലാറം വെച്ചിട്ട് എഴുന്നേറ്റവരുണ്ടോ? ഇല്ല. അലാറം വെക്കും, പിന്നെ എന്ത് ചെയ്യും? ഓഫ് ചെയ്യും. എൻ്റെ മോൻ 4 തൊട്ട് അലാറം വെച്ചു. 8 മണിയായപ്പോൾ എഴുന്നേറ്റ് വന്നു. അവൻ്റെ അമ്മയെ വെച്ചിട്ടാ 8 മണിക്ക് എഴുന്നേക്കാനാണെങ്കിൽ നീ എന്തിനാണ് നാട്ടുകാരെ ഉണർത്തുന്നേ? അവൻ പറയാ 4 തൊട്ട് ഇത് അടിച്ചാലേ 8-നെങ്കിലും എഴുന്നേക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് മനുഷ്യൻ്റെ പ്രശ്നം. നന്മ ചെയ്യണമെന്ന് എന്തുണ്ട്? ആഗ്രഹമുണ്ടോ? ഒക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് ശിക്ഷ. പക്ഷേ ഈ ലോക കോടതിയുടെ ശിക്ഷയും ദൈവകോടതിയുമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഈ വയനാട്ടുകാരെ അറിഞ്ഞേക്കണം. ലോക കോടതിയിൽ ഒരാളെ ശിക്ഷിച്ചാൽ മരിച്ചാൽ തീരും. തൂക്കാൻ കൊണ്ടുവന്നു, തൂക്കുന്നതിന് തൊട്ട് മുമ്പ് മരിച്ചുപോയി, പിന്നെ തൂക്കുവോ? ശിക്ഷ തീർന്നോ? തൂക്കാൻ കൊണ്ടുവന്ന ആൾ തൂക്കുന്നതിന് തൊട്ട് മുമ്പ് അറ്റാക്ക് വന്ന് മരിച്ചുപോയി, പിന്നെ പുള്ളിയെ തൂക്കുവോ? ഇല്ല. മരിച്ച ശിക്ഷ തീർന്നു. എന്നാൽ നാട്ടുകാരെ വീട്ടുകാരെ അറിഞ്ഞോ? ദൈവകോടതിക്കൊരു പ്രശ്നമുണ്ട്. മരിച്ചാലും ലൈവായിട്ട് പൊക്കിയെടുത്ത് കൊണ്ട് നിർത്തും. ഒരിക്കൽ മരിക്കുകയും അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ഇവിടെ നിൽക്കേണ്ടി വരും. ക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് തീരുമോ? ഇല്ല. അപ്പോൾ ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും മനുഷ്യൻ തെറ്റ് ചെയ്തു. പെട്ടെന്ന് പറയുകയാണ് ദൈവം ശിക്ഷ കഠിനമാക്കി. അതിൻ്റെ പേരാണ് ശാപം വരുമെന്ന് പറഞ്ഞു. അത് മനുഷ്യൻ അറിയണം. എന്തിനാ ശാപം വരുമെന്ന് പറഞ്ഞ്? ശപിക്കാനല്ല, മക്കളെ ഓർത്താണ് മനുഷ്യൻ ജീവിക്കുക. വയനാട്ടിലെ കർഷകരെ, വയനാട്ടിലെ പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. മക്കളെയും മക്കളുടെ മക്കൾക്ക് വേണ്ടിയൊക്കെയാണ്. അപ്പോൾ ഓർത്തോണം, മക്കൾക്ക് ദോഷം വരുന്ന ഒരു കാര്യം അപ്പനും അമ്മയും ചെയ്യുമോ? ഇല്ല. മക്കൾക്ക് ദോഷം വരാതിരിക്കാൻ ആ ശാപം വരുമെന്ന് പറഞ്ഞത്. പക്ഷെ അകത്ത് കിടക്കുന്ന പാപം എന്ത് ചെയ്യിപ്പിച്ചു? പാപം ചെയ്യിച്ചു. ചെറുത് എന്ത് ചെയ്തു? കൊണ്ടിക്കൂടോത്രം ചെയ്യാൻ പോയി. എന്തിനാ? അപ്പുറത്തെ അവനെ ഓടിക്കാനാ. എന്നിട്ടോ അതുകൂടെ പിള്ളേർക്ക് മേടിക്കാനാ. പക്ഷേ ഈ കൂടോത്രം ചെയ്യുന്നവർ ഓർത്തോണം, ഈ സാധനം പുതുക്കി വെച്ചില്ലെങ്കിൽ ഇത് തിരിച്ചു വരും. എവിടെങ്കിലും പോയി ചുമ്മാ കൊണ്ടിക്കൂടോത്രം ചെയ്യരുത്. ഈ സാധനം തിരിച്ചു വരും. അതാണ് ഞങ്ങളുടെ പാസ്റ്റർമാർ പ്രാർത്ഥിക്കുമ്പം പ്രവാചകർക്ക് വെളിപ്പെടുന്ന കണ്ടിട്ടുണ്ടോ? വേദിച്ചിരിക്കുന്ന ഒരു അവകാശം. ഈ സാധനം വലിപ്പം പുതുക്കി വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇനിയും പുതുക്കാൻ പോകരുത് കേട്ടോ. അത് അതിലും കൊണ്ടിയാ. ഇങ്ങനെ ഒരു വാക്ക് കേട്ടുണ്ടോ? വാദിച്ച് നിൽക്കുന്ന, പിടർത്തില്ല, പിന്തുടരുന്ന നിൽക്കുന്ന ഒരു ശക്തിയെ. അത് ഈ ശക്തിയാ. ഇവർ പ്രവചിച്ച് ഇവിടെ തൊണ്ടയെല്ലാം പോകത്തില്ല. ഒറിജിനൽ ടിപ്പിക്കൽ പ്രവാചകർ അതാണ്. അവരിന്ന് ആ വംശം തീർന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ അവരെ ഇല്ലാതാക്കി. അവർ വേണം കേട്ടോ. വല്ലപ്പോഴുമൊക്കെ ഒന്ന് അറിയണമെങ്കിൽ അവർ വേണ്ടേ? പക്ഷെ ഒരു കാര്യം ഓർത്തോണം, എന്തിനാണ് ഈ കൊണ്ടുകൂടത്തോളം ചെയ്തത്? നന്മയ്ക്കാണ്. പക്ഷെ അതെന്താകും? ശാപമാകും. അധാർമികമായില്ല. ഞാൻ ഒത്തിരി സത്യമായിട്ട് ഞാൻ പറയാം, ഈ ഒത്തിരി പെൺപിള്ളേരെ വളയ്ക്കുന്ന അച്ചായന്മാർ വലിയ മിടുക്കന്മാരുണ്ട്. അപ്പം ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവർ പറയാറുണ്ടടാ, നമുക്ക് അവർക്ക് പോയി ദക്ഷിണ വെച്ച് ശിഷ്യത്വം സ്വീകരിക്കാം. നമ്മുടെ പിള്ളേരെ കൂടും പറയുന്ന ഈ പെൺപിള്ളേരെ വളയ്ക്കുന്ന പിള്ളേരെ പോയിട്ട് നമ്മൾ ദക്ഷിണ വെച്ച് ശിഷ്യത്വം സ്വീകരിച്ച് അവനിൽ നിന്നൊരു കൈവപ്പ് വാങ്ങിയാൽ നമുക്കും വളയ്ക്കാം. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കാര്യമാണ്. പക്ഷേ ഈ വളച്ച അണ്ണന്മാരെല്ലാം ഇരുന്ന് വളഞ്ഞ് നരകിച്ച ചത്ത. എനിക്കറിയാവുന്ന വളച്ച സകല അണ്ണന്മാരും നരകിച്ച് വലിച്ച് കോരച്ച് ആളിച്ച് പുളിച്ച് ചത്തും. എന്നാ കാര്യം എന്നറിയാമോ? ഇവൻ്റെ മേൽ എന്തോ വരും? ശാപം. സത്യമായിട്ടും ശാപം വരും. ശാപം വരും. ഒരു പെണ്ണിനെ വളയ്ക്കുമ്പോൾ അവൻ്റെ അമ്മ പ്രാകും. ഒരു കെട്ടിയോളെ കൊണ്ടുപോകുമ്പോൾ അവിടെ പിള്ളേർ പ്രാകും. അവിടെ കുടുംബം നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ പ്രാകും. പ്രാക്കേറ്റ് ഇല്ലാതാകും. ഓർത്തോടെ. അപ്പം മനുഷ്യൻ്റെ മേൽ എന്ത് വരും? ശാപം. ഈ ശിക്ഷയും ശാപവും എല്ലാം വന്നിട്ട് മനുഷ്യൻ എന്താ പരിഹാരം? യാഗം നടത്താൻ പറഞ്ഞു. യാഗം എന്ന് പറയുന്നത് ഞാൻ മരിക്കേണ്ടിടത്ത് മറ്റൊരാൾ മരിക്കുക, മൃഗം മരിക്കുക. പക്ഷെ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യും? പാപം ചെയ്യും. അപ്പം വീണ്ടും എന്ത് കഴിക്കണം? യാഗം കഴിക്കണം. ഇത് തീരുന്നുമില്ല. ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അതാണ് എബ്രാഹിം പറയുന്നത്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചു. ഇനി എന്താ വഴി? മനുഷ്യൻ നിലവിളിച്ചു, അയ്യോ ഞാനൊരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? ഉത്തരം ആരായിരുന്നു? കർത്താവായ യേശു. ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തെ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു ക്രിസ്തു മനുഷ്യനായി. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, മനുഷ്യവേഷം എടുത്ത നിന്നെ വാഴ്ത്തിയിടുന്നു ഞാൻ. മനുഷ്യവേഷം വാഴ്ത്തിയിടുന്നു. യേശു ദൈവം മനുഷ്യനായ ദൈവം 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു.
3.5 വർഷക്കാലം പരിശുശ്രൂഷ ചെയ്തു. ഒരു തെറ്റും ചെയ്യാത്ത കർത്താവിനെ റോമൻ കോടതി അറസ്റ്റ് ചെയ്തു. യഹൂദ പോലീസും 5 കോടതിയിൽ 6 പ്രാവശ്യം വിസ്തരിച്ചു. അവസാനം പീലാത്തോസ് പറഞ്ഞു, ഈ നിൽക്കുന്ന പ്രതിയിൽ ഞാനൊരു തെറ്റും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഇത് കേട്ട താമസം പീലാത്തോസ് പറയുകയാണ്, ഇവനെ നമുക്ക് അടിപ്പിച്ച് വിട്ടയക്കാം. എന്താ കുറ്റം? ഒരു കുറ്റവും ഇല്ല. ഒരു കുറ്റം ഇല്ലാത്തവനെ അടിക്കാൻ ഒക്കും? ഒരു കുറ്റവും ഇല്ലാത്തവനെ അടിക്കാൻ ഒക്കും? വീട്ടിൽ 2 പിള്ളേർ, മൂത്തതും ഇളയതും. ഇളയത് എപ്പോഴും കരഞ്ഞുകൊണ്ട് വരും, ഇവൻ എന്നെ എന്ത് ചെയ്തേ? അടിച്ച്. അമ്മ ആരെ അടിക്കും? പറഞ്ഞു, അമ്മ ആരെ അടിക്കും? മൂത്തവൻ പറയാം, എൻ്റെ അമ്മ ഞാൻ അറിഞ്ഞു പോലുമില്ല, ഞാൻ ചുമ്മാ ഇരിക്കുകയായിരുന്നു, ഇവ ചുമ്മാ എന്നെ അടിക്കരുത്. അപ്പോൾ അമ്മ പറയാം, മൂത്തതല്ല, ഇരിക്കട്ടെ ഒരെണ്ണം. അപ്പോൾ അവൻ ചോദിക്കും, മൂത്തതായ എൻ്റെ കുറ്റമാണോ? മൂത്തനെ ചുമ്മാ അടിക്കാവോ? ഇവൻ ചെന്ന് കരഞ്ഞുകൊണ്ട് ചുമ്മാ അടി മേടിക്കും. ഇത് ഇളയത്തങ്ങളുടെ ഒരു കാര്യമാണ്, സത്യമല്ലേ? അപ്പം വെറുതെ അടിക്കാൻ ആരെങ്കിലും നിന്ന് കൊടുക്കുമോ? പക്ഷേ രോമം കത്തിരിക്കുന്നവരുടെയും മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ ഇവനെ അടിപ്പിച്ച് വിട്ടയക്കാമെന്ന് കേട്ട പാടും റോമൻ പടയാളികൾ യേശുവിനെ കുനിച്ചു കുത്തി റോമൻ ചാട്ടുകൾ കൊണ്ടടിച്ചു. പുറം മുഴുവൻ അടിച്ചു. സങ്കീർത്തനം പറയുന്നു, ഉഴവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴുവ് ചാലുകൾ നീളത്തിൽ കീറി. യേശുവിനെ അടിച്ച് പുറം കീറി, തലയിൽ മുൾക്കിരീടം വെച്ചു, കയ്യിൽ കോലി കൊടുത്തു, മുഖത്ത് തുപ്പി. പീലാത്തോസ് പുറത്തു കൊണ്ടെന്ന് പറഞ്ഞു, ആ മനുഷ്യനിതാ. എന്താണ് ആ മനുഷ്യൻ ചെയ്ത കുറ്റം? ഒരു കുറ്റമില്ല. എന്തിനാണ് യേശു അടിക്കപ്പെട്ടത്? ഒരു കുറ്റവും ചെയ്യാത്തവൻ. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രിസ്തു ക്രൂശിന്മേൽ കയറി. അങ്ങനെയെങ്കിലും രാത്രി അറിയണം, മനുഷ്യൻ്റെ പാപത്തിൻ്റെ തെറ്റിൻ്റെ കുറ്റം, തെറ്റിൻ്റെ ശിക്ഷ ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. അതുകൊണ്ട് എന്താ ഗുണം? റോമർ 8:1. ഇപ്പോൾ ക്രിസ്തു യേശു ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവധിയില്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശു സ്വാതന്ത്ര്യം വരുത്തി. ഹല്ലേലൂയ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണം കൊണ്ടുവന്നത് നന്മയ്ക്കാണ്. പക്ഷെ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മുടെ ശിക്ഷ കർത്താവിൻ്റെ മേലായി. നമ്മുടെ ശിക്ഷ കർത്താവിൻ്റെ മേലായതുകൊണ്ട് നമുക്കെന്താ ഗുണം? പ്രിയമുള്ളവരെ, ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. ശിക്ഷായോഗ്യ ദൈവത്തിൻ അവകാശികളായല്ലോ. ആമേൻ. ശിക്ഷായോഗ്യ ദൈവത്തിൻ നമ്മുടെ ശിക്ഷ കർത്താവിൻ്റെ മേലായി. അതിൻ്റെ എഫക്റ്റ് നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുക? ഏകൻ്റെ ലംഘനത്താൽ എല്ലാവരും പാപികളായെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ എല്ലാവരും നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റു. ആ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരായിത്തീരാം? ദൈവ മക്കളായിത്തീരാൻ അധികാരം കൊടുത്തു. നമ്മുടെ തെറ്റിൻ്റെ കുറ്റം, നമ്മുടെ തെറ്റിൻ്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. വീണ്ടും പറയട്ടെ, അവരാവശ്യപ്പെട്ടു, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. പീലാത്തോസ് വീണ്ടും ഒരു കാര്യം ചെയ്തു. 2 പേരെ കൊണ്ടു നിർത്തി. ഒന്ന് ബറബാസ്, മറ്റൊന്ന് യേശു. ബർ യോന ശീമോനെ, യോനായുടെ മകനായ ശീമോനെ. ബർ അബ്ബാസ്, അബ്ബായുടെ മകൻ. നമ്മളെല്ലാം പിതാവാം ദൈവത്തിൻ്റെ മക്കളാണ്. മുഴുമനുഷ്യൻ്റെ പ്രതിനിധിയായി ഒരാളെ കൊണ്ടു നിർത്തി, ബറബാസ്. അപ്പുറത്ത് ഏകജാതനായ പുത്രൻ. ചോദിച്ചു, ആരെ വേണം? അവർ ആവശ്യപ്പെട്ടു, ബറബാസിനെ വിട്ടുതരിക, ബറബാസിനെ വിട്ടുതരിക. അവനെ എന്ത് ചെയ്യുക? ക്രൂശിക്കുക. ബറബാസിനെ നിരുപാധികം വിട്ടയച്ചു. ആരവാരം അധികമായപ്പോൾ ബറബാസിനെ വിട്ടയച്ചിട്ട് യേശുവിനെ ക്രൂശിക്കാൻ പീലാത്തോസ് അനുവദിച്ചു. അവൻ ക്രൂശിമെടുത്തുകൊണ്ട് ഗാഗുരത്തിലേക്ക് നടന്നു. ബറബാസ് വീട്ടിലേക്ക് സ്വതന്ത്രനാക്കപ്പെട്ടു. എൻ്റെ എളിയ ഭാവനയിൽ ഈ എളിയവൻ ബറബാസിൻ്റെ പുറകെ ഒന്ന് പോയി നോക്കി. ഞാൻ ബറബാസിൻ്റെ പുറകെ പോയപ്പോൾ എൻ്റെ ഭാവന നോക്കൂ. ബറബാസിൻ്റെ വീട്ടിൽ ചെന്നു. ബറബാസ് ബെല്ലടിച്ചപ്പം മോള് വന്ന് പറഞ്ഞു, അലച്ചു, അമ്മ അപ്പം നിൽക്കുന്നു. അമ്മ പറയുന്നു, മിണ്ടരുത്, അപ്പ അവിടെ നിൽപ്പില്ല, നിനക്ക് തോന്നിയതാ, ചുമ്മാ ഇരിക്കും വച്ചേ. അപ്പ ജയിലിൽ കിടക്കുക, അപ്പം അടുത്ത ദിവസം ക്രൂശിക്കപ്പെടേണ്ടതാ, മരണപ്പെടേണ്ടതാ. അവള് പറഞ്ഞു, അല്ലമ്മ, അപ്പയാ. എല്ലാവരും വന്നു. ബറബാസ് കരയുക. ബറബാസിനോട് ചോദിച്ചു, എന്താ പറ്റിയത്? അവൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, നാളെ ഞാൻ പോകേണ്ട വഴിയിൽ ഒരു തെറ്റും ചെയ്യാത്ത അവൻ ക്രൂശിമെടുത്തു കൊണ്ടുപോയി. അവൻ ക്രൂശിമെടുത്തു കൊണ്ടുപോയത് ഞാനും നിങ്ങളും നിൽക്കേണ്ട വഴിയിൽ. മരണം കൊണ്ടേ വന്നാരകം നീയകറ്റി, മരണം കൊണ്ടേ വന്നാരകം നീ. ആത്മാവിൽ
ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു. യേശു മരിച്ചു. സാധാരണ സംവാദങ്ങളിലൊക്കെ ചിലർ ചോദിക്കും, യേശു ദൈവമാണെങ്കിൽ ദൈവം മരിക്കുമോ? ദൈവം മരിക്കുമോ? ഇല്ല, ദൈവത്തിന് മരണമില്ല. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകും. ദൈവത്തിന് മരണമില്ല, പിന്നെന്തിനാ യേശു മരിച്ചത്? അവൻ നമുക്ക് പകരം മരണം ആസ്വദിച്ചു. ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മുടെ മേൽ മരണം തേർവാഴ്ച നടത്തിയപ്പോൾ മരണത്തിൻ്റെ തേർവാഴ്ചയിൽ നമ്മളെ രക്ഷിക്കുവാൻ മരണത്തിനപ്പുറം മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? യോബ് 14:14 ഒരു ഉത്തരം 90-ാം സങ്കീർത്തനമുണ്ട്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് മരണം ചെയ്തു. എന്നിട്ടും മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള യാതൊരുവിധമായ പ്രത്യാശ കണ്ടും പൂർത്തീകരണം ഇല്ലാതിരുന്ന ഒരു പഴയ നിയമ കാലഘട്ടത്തിൽ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയെങ്കിൽ ദൈവം യേശു മരിച്ചു എന്തിന്? മനുഷ്യന്റെ മേൽ തേർവാഴ്ച നടത്തിക്കൊണ്ടിരുന്ന മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ. എവിടെയാണ് ക്രിസ്തു മരിച്ചത്? ക്രൂശിലാണ് കർത്താവ് മരിച്ചത്. എന്താണ് ക്രൂശ് മരണത്തിന്റെ പ്രത്യേകത? അതൊരു നീച മരണമാണ്, ശാപമരണമാണ്. ഹല്ലേലൂയ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് വിളിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. എന്തിന്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെ മുകളിലും അപ്പൻ വഴിയോ അമ്മ വഴിയോ അപ്പൻ്റെ അപ്പൻ വഴിയോ അമ്മയുടെ അപ്പൻ വഴിയോ ശാപത്തിന്റെ ഒരു കെട്ട് കാണാം. എത്രയോ കുഞ്ഞുങ്ങൾ എളിയവനോട് ഈ ആയുസ്സിൽ പറഞ്ഞു കഴിഞ്ഞു, പാസ്റ്ററെ പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിക്കാൻ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടാ കാരണവന്മാർ പോയിരിക്കുന്നത്, ഞാനെങ്കിലും കൊണ്ട് അനുഭവിച്ച് തീർക്കാം എന്ന് വിചാരിക്കുന്ന വിധിയെ പഠിക്കുന്ന മനുഷ്യന്റെ ശാപത്തെ മാറ്റാൻ ഒരുവൻ നമുക്ക് വേണ്ടി ശാപമായി മാറി. സംഭവിക്കുന്നത് കാൽവരിയുടെ ചുവട്ടിൽ ചെന്നിട്ട് യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. അതാണ് ക്രൂശിന്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് പോഷത്ത് എന്ന് രക്ഷിക്കപ്പെടും. നമുക്കത് ദൈവശക്തിയായി മാറുന്ന എപ്പോഴാണ്? ഹല്ലേലൂയ. നിനക്ക് വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് ശാപത്തിന്റെ കണ്ണികൾ പൊട്ടിച്ച് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ വിശുദ്ധീകരിച്ച്, നിങ്ങളുടെ പാപം എത്ര കട്ടിച്ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാടിന്റെ പുണ്യാക രക്തം അച്ചുപോയെന്ന് ഭാര്യ പറഞ്ഞ്, ഇയാളെന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോഴാണ് എന്റെ ജീവിതം കട്ടകാലം ആരംഭിച്ചതെന്ന് മക്കൾ പറഞ്ഞ്, ഈ അപ്പൻ മുഖാന്തരം തല ഉയർത്തി നടക്കണ്ടെന്ന് ആ പറഞ്ഞവരെ ഇന്ന് മനുഷ്യർക്കും സമൂഹത്തിനും കൊള്ളാവുന്നതാക്കി മാറ്റിയ ഒന്നിന്റെ പേര് സുവിശേഷം എന്നുള്ളതാണ്. അതാണ് വചനം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാകുന്നു. കരമുയർത്തി എല്ലാവരും പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാകുന്നു. ഉറക്കെ പറഞ്ഞ്, കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയോ ഏവരും. നിയമത്തിന് മാറ്റാൻ കഴിയാത്തത്, കൗൺസിലിംഗ് സെന്ററിന് മാറ്റാൻ കഴിയാത്തത്, ഡി-അഡിക്ഷൻ സെന്ററിന് മാറ്റാൻ കഴിയാത്ത എത്രയോ പേരുടെ ജീവിതത്തിന് പരിവർത്തനം വരുത്തിയ ഒന്നുണ്ട്. അതാണ് സുവിശേഷം. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുക എന്ന് പറയാൻ കഴിയുന്നവർ, എൻ്റെ ജീവിതത്തിന്റെ വ്യത്യാസം വരുത്തിയത് യേശുവാണ്. ഞാൻ മദ്യപാനിയായിരുന്നു, ഞാൻ തകർന്നവനായിരുന്നു, എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടതായിരുന്നു, പക്ഷേ യേശു എന്നെ രക്ഷിച്ചെന്ന് പറയാൻ കഴിയുന്നവർ രാത്രി കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ഈ യേശുവിലൂടെ പാപസ്മോചനം ലഭിക്കുക. ചേറ്റിൽ കിടന്നിരുന്ന നമ്മളെ, അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും ഞാൻ കിടന്നു, അവിടെ കിടന്നുകൊണ്ട് ഞാൻ നിലവിളിച്ചപ്പോൾ അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നു, എന്നെ കരം പിടിച്ച് ഉയർത്തി ഒരു പാറമേൽ നിർത്തി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അതെ, ഇന്നും പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. അത് നസറേനായ യേശുവിന്റെ സുവിശേഷമാണ്. സുവിശേഷം പാപികളെ രക്ഷിക്കും. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്ത് വന്നു എന്നുള്ളത് വിശ്വാസിയും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാകുന്നു. ഹല്ലേലൂയ. പാപം മനുഷ്യന്റെ സമാധാനം കളയുമ്പോൾ മനുഷ്യന്റെ പാപ ജീവിതത്തിൽ ഇടപെട്ട് ഹല്ലേലൂയ പാപത്തിൽ രക്ഷിക്കുന്ന ഒരു യേശു ക്രിസ്തു ഉണ്ട്. കരമടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒന്ന് മനുഷ്യ ജീവിതത്തിന്റെ സമാധാനം കളയുന്ന ഒന്നാമത്തെ ഒരു മേഖല പാപം. മനുഷ്യന്റെ എന്ത് കളയും? സമാധാനം കളയും. യേശു ക്രിസ്തു മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. എത്രയോ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിർത്താൻ ഒക്കുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എങ്ങനെ? യേശുവിന്റെ സുവിശേഷം. കർത്താവ് വന്നാൽ സമ്പൂർണ്ണ മോചനം. ഇന്ന് രാത്രി പറയുമ്പോഴോ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് നിർത്താൻ കഴിയാത്തൊരു പാപത്തിന്റെ അടിമയാണെങ്കിൽ എൻ്റെ കുഞ്ഞെ, നിന്റെ അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിക്കുന്ന ഒന്നുണ്ട്. ക്രൂശിന്റെ വചനം
ചെയ്യാം. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വ എന്ന് രക്ഷിക്കപ്പെട്ടാൽ അവനെ വരിഞ്ഞു ചുറ്റിയ എത്ര പഴക്കമുള്ള ബന്ധനമാണെങ്കിൽ അതിനെ പൊട്ടിക്കാൻ കഴിയുന്ന യേശുവുണ്ട്. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു, തികഞ്ഞ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. അപ്പം അപ്പായൊക്കെ ഇരിക്കുമ്പോൾ ആരോണ്ടൊക്കെ ചോദിച്ചു എങ്ങനെയാണ് വലി തുടങ്ങിയത്, എത്ര നാളായിരുന്നു വലിച്ചെന്ന്. അപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര നാൾ വലി തുടങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞങ്ങളുടെ അപ്പച്ചനും അപ്പായും എല്ലാം വളർന്നത് തോട്ടത്തിലെ ബംഗ്ലാവിലാണ്. തോട്ടമാണ് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ചെറുപ്പ പശ്ചാത്തലം, എസ്റ്റേറ്റുകളാണ്. അപ്പോൾ അപ്പച്ചൻ അടിച്ച് പൂക്കായി നല്ല പോലെ വെള്ളം അടിച്ചൊക്കെ ഈ ബംഗ്ലാവിൻ്റെ തിണ്ണെ വന്നിരുന്നിട്ട് മോനോട് പറയും, പോയിട്ട് ഒരു ബീഡി കത്തിച്ചുകൊണ്ട് വരാൻ. അങ്ങേ അറ്റത്തെ അടുക്കളയിൽ നിന്ന് ഇത് ബീഡി കത്തിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് കെട്ടുപോകും. കെട്ടുപോയാൽ അപ്പച്ചൻ അടിക്കും. അപ്പം കെട്ടുപോകാതിരിക്കാൻ കൊച്ചുകുട്ടൻ നടക്കുന്ന പിച്ച വെച്ച് നടക്കുമ്പം വഴിക്ക് പഠിച്ച ഒരു കാര്യമാണ്, ഇത് എന്ത് ചെയ്താൽ മതി, വലിച്ചാൽ മതി. അപ്പോൾ എപ്പം വലി തുടങ്ങിയെന്ന് ഓർമ്മയില്ല, പക്ഷേ വലിച്ച കാലം ഓർമ്മയില്ല. കൊച്ചിലെ തുടങ്ങിയതാ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് അങ്ങോട്ടിരുന്നു 7 വയസ്സൊരു കൊച്ചൻ പ്രവചിച്ചു, അന്നീ കെട്ടുപൊട്ടി. എൻ്റെ ദൈവം, എത്ര പഴക്കമുള്ള പഴക്ക ദോഷങ്ങളിൽ നിന്നും വിടിവിപ്പാൻ കഴിവുള്ള ഒന്നാണ് യേശു. യേശു യേശു യേശുവിൻ്റെ സുവിശേഷം ഇന്ന് രാത്രി പറയട്ടെ, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു യേശുണ്ട്. പാപം മനുഷ്യൻ്റെ സമാധാനത്തെ കളയും എന്ന പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു യേശുണ്ട്. കരങ്ങളടിച്ച് ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്ത് യേശു മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. 2, മനുഷ്യൻ്റെ പ്രശ്നത്തിൻ്റെ മറ്റൊരു മേഖലയാണ് രോഗം. മനുഷ്യൻ്റെ എന്ത് കളയും? സമാധാനം കളയും. ഒരു വീട്ടിൽ ഒരു അച്ഛൻ മാരക രോഗിയായാൽ, അമ്മ മാരക രോഗിയായാൽ വീടിൻ്റെ എന്ത് പോകും? സമാധാനം പോകും. പക്ഷേ യേശു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഇടപെടും. എന്തുകൊണ്ടാണ് ക്രിസ്തു സമാധാന പ്രഭു എന്ന് പറയുന്നത്? ക്രിസ്തു സമാധാന പ്രഭു, അത്ഭുത മന്ത്രി, മുമ്പിൽ ചേറുകൾ കിടപ്പുണ്ട്. യേശു എന്തുകൊണ്ടാണ് സമാധാന പ്രഭു എന്ന് പറയുന്നത്? അത് പറയാൻ ഞാനൊരു രസകരമായ ഒരനുഭവം പറയാം. ഞങ്ങളുടെ ഈ സഭയിലെ, ഞങ്ങളുടെ ഒരു ലോക ചർച്ചിലെ സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ നടക്കുക. ശ്രദ്ധിക്കണേ, വലിയ പിള്ളേർക്ക് എഴുത്ത് പരീക്ഷ, കൊച്ചു പിള്ളേർക്ക് എന്താ ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു കൊച്ചു മുത്തിനെ കൊണ്ടുവന്ന് ടീച്ചർ ചോദ്യം ചോദിക്കാൻ നിർത്തി. എന്നിട്ട് ആ കൊച്ചു മുത്തിനോട് ടീച്ചർ ചോദിച്ചു, മോനെ യേശു ലാസറിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തോ ജീവനൊന്നും അറിയത്തില്ല. ഇവൻ ചോദിച്ചു, ടീച്ചറെ യേശുവോ ലാസറിൻ്റെ വീട്ടിലോ? യേശു ലാസറിൻ്റെ വീട്ടിൽ എന്തോ ചെയ്തെന്നോ? ഇവനറിയത്തില്ല എന്തോ ചെയ്തെന്നോ. ഇവൻ കുറച്ചു നേരം ടീച്ചറെ നോക്കിയിട്ട് പറഞ്ഞു, എന്തോ ചെയ്തെന്നോ? യേശുവോ? കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. മാർക്ക് കൊടുക്കണോ വേണ്ടായോ? നിങ്ങൾ പറ. യേശു ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തോ ചെയ്തു? കുട്ടൻ്റെ ഉത്തരം എന്താ? കയറി അങ്ങ് ഇടപെട്ട്. അവന് മാർക്ക് കൊടുക്കണോ വേണ്ടായോ? നിങ്ങൾ പറ. കൊടുക്കണം. പിന്നെ അവന് കൊടുത്തില്ല, പിന്നെ ആർക്കാ കൊടുക്കുന്നത്? എനിക്കൊരു കർത്താവിനെ അറിയാം, എൻ്റെ യേശു എന്ത് ചെയ്യുന്നറിയാമോ? ഇടപെടും. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. യേശുവിനെ പ്രസംഗിക്കുന്നിടത്തൊക്കെ ഇന്നും ആള് വരുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. യേശു മനുഷ്യ ജീവിത പ്രശ്നങ്ങളിൽ, സങ്കീർണമായ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളുണ്ട്. യേശു. ഹല്ലേലൂയ. ആ കുഞ്ഞ് അവൻ്റെ അറിവില്ലായ്മ പറഞ്ഞാണെങ്കിലും അതൊരു സനാതനമായ സത്യം. ഇടപെടുന്ന ഒരു യേശുണ്ട്. ഇടപെടുക മാത്രമല്ല, ഇടപെട്ട് കുളമാക്കത്തില്ല, ഇടപെട്ട് സമാധാനം തരുന്ന യേശു. കരമടിച്ച് ശ്രദ്ധിച്ച് ഇന്ന് രാത്രി ഈ ജൂബിലി സമ്മേളനത്തിൽ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ച് എന്തോ പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ നാടുകൾ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഓരോ പ്രശ്നങ്ങൾ എങ്ങനെ തീർന്നു നിന്ന് തിരിച്ചു ചോദിച്ചാൽ തിരിഞ്ഞു നോക്കിയ ഒരു കാര്യം കാണും. പ്രശ്നങ്ങൾ ഇടപെട്ട, അത് രാഷ്ട്രീയമാകട്ടെ, സാമൂഹികമാകട്ടെ, സങ്കീർണമാകട്ടെ, നിയമപരമാകട്ടെ, ഇടപെടുന്ന ഒരു യേശുവുണ്ട്. എനിക്കും പറയാൻ കഴിയും, ഇടപെട്ട ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപത്തിൽ ഇടപെട്ടവനെ പുറത്തു കൊണ്ടുവരും. 2, അവന്റെ സമാധാനം തകർക്കുന്ന രോഗത്തിൽ ഇടപെടും. ഇടപെടുമോ? രോഗത്തിൽ ഇടപെടും. പറഞ്ഞേ, യേശു എവിടെ ഇടപെടും? രോഗത്തിൽ ഇടപെടും. രോഗം വരത്തില്ലെന്നും രോഗം വന്ന് മരിക്കത്തില്ലെന്നും ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷേ എനിക്കും രോഗമുള്ളവനാണ്. പക്ഷേ എനിക്ക് ഇടപെടുന്ന ഒരു യേശുവിനെ അറിയാം. പവർ വിഷൻ്റെ ശുശ്രൂഷകൾ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ എളിവരായി ഞങ്ങൾ തുടങ്ങിയതിന് ശേഷം 100 കണക്കിന് സാക്ഷ്യങ്ങൾ കേട്ടു ഇടപെടുന്ന യേശുവിനെ കുറിച്ച്. സന്തോഷകരമായൊരു സാക്ഷ്യം പറയാം. അന്ന് അതിനിടയ്ക്ക് ഞങ്ങൾ ദൈവാത്മാവ് പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യും. ദൈവശബ്ദം കേൾക്കും, ദൈവാത്മാവ് പറയുന്ന പോലെ ചെയ്യും. അതിലൊന്നായിരുന്നു മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ഇതൊന്നും റെക്കോർഡൊന്നുമല്ല, ലൈവായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും വിളിക്കും, നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിളിക്കും. അവർ വിളിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ അത് യൂട്യൂബ് വഴിയോ ഫോൺ കോൾ വഴിയോ ഒക്കെ പ്രെയർ റിക്വസ്റ്റ് അയക്കും. അത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഒത്തിരി പേര് സീരിയസ് ആ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ. അതിലൊരു പിതാവ്
അദ്ദേഹം വന്ന് സാക്ഷ്യം പറഞ്ഞതാ. അദ്ദേഹം എവിടെയാണ് ഒരു പത്തനംതിട്ടയിലെ ഒരു ആശുപത്രി സീരിയസ് ആയിട്ട് കിടക്കുക. അദ്ദേഹത്തിന് സീരിയസ് ആണ്, പ്രാർത്ഥിക്കണം എന്നുള്ള വാർത്ത ഞങ്ങൾക്ക് കിട്ടുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനിടയ്ക്ക് തൻ്റെ അസുഖം സീരിയസ് ആകുന്നു, താൻ മരിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. ഭയങ്കര ഗുരുതരമായൊരു അനുഭവം. പക്ഷേ ഇദ്ദേഹത്തിനൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായി. ഇറ്റ്സ് എ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. ഇതാണ് ഉണ്ടായത്. അദ്ദേഹം പെട്ടെന്ന് തനിക്ക് തോന്നി താൻ മരിച്ചു പോയൊരു അനുഭവം തനിക്കുണ്ടായി. എന്നിട്ട് തൻ്റെ ശരീരത്തു നിന്ന് ആത്മാവ് പുറത്ത് വന്ന പോലെ താൻ അനുഭവിച്ചു. താൻ നോക്കുമ്പോൾ താഴത്തെ, അപ്പോൾ തന്നെ പുള്ളി മരിച്ചു എന്നുള്ള വാർത്തകൾ വരികയാണ്. സീരിയസ് ആണ്, ക്രിട്ടിക്കലാണ്. താഴത്തെ പുള്ളി മരിച്ചു പോയിട്ട് പുള്ളി കാണുകയാണ് പുള്ളിയുടെ ഭൗതിക ശരീരം പെട്ടിക്കകത്ത് വെച്ച് ഒരുക്കി ആംബുലൻസിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോവുക. പുള്ളി നോക്കിയപ്പോൾ ആംബുലൻസിലോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. പുള്ളി കാണുകയാണ്. എന്നിട്ടോ എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വീട്ടിലോട്ട് പ്രൊസഷനായി പാട്ടും പാടി കൊണ്ടുപോകുമ്പോൾ പുള്ളി കാണുന്നത് കുറേ ഉപദേശിമാർ മുട്ടുകുത്തിയിരിക്കുന്നു. ഇവർ ഈ ജാഥയെ തടഞ്ഞു, വിലാപയാത്രയെ. പുള്ളി കാണുക, വിലാപയാത്രയെ തടഞ്ഞു. വിലാപയാത്രയെ തടഞ്ഞിട്ട് ഇവർ കയറ്റിവിടുന്നില്ല. അങ്ങനെ ഇരിക്കെ അതിലിരുന്ന ഒരു ഉപദേശി ചാടി എഴുന്നേറ്റ് ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. കാല് മടക്കി ഒരൊറ്റ അടി, പെട്ടി കയ്യിൽ നിന്ന് താഴെ പോയി. പുള്ളി താഴെ വീണു. പുള്ളി ജീവിച്ചു. സത്യത്തിൽ പുള്ളി ഇന്ന് ജീവനോടുണ്ട്. പുള്ളി സീരിയസ് ആയിരുന്നു, ഇന്ന് ജീവനോടുണ്ട്. എന്നാലും ഒരു സന്തോഷം. ഞാൻ ചോദിച്ചു ഏത് ഉപദേശിയാണ് അടിച്ചെന്ന്. എൻ്റെ പൊന്നെ പ്രിൻസിപ്പാസ്റ്ററെ എഴുന്നേറ്റ് മുണ്ടൊക്കെ മടക്കി കുത്തി ചാടി ഒരൊറ്റ അടിയായിരുന്നു പ്രിൻസിപ്പാസ്റ്റർ. നമ്മൾ പുള്ളിക്ക് വേണ്ടി മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. നമ്മൾ എവിടെങ്കിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അടി എവിടെല്ലാം ചെല്ലുമെന്നറിയാമോ? അതാണ് പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന എവിടെല്ലാം ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ, ആ സഹോദരൻ്റെ, ആ പിതാവിൻ്റെ സാക്ഷ്യം ഞങ്ങളെ കണ്ണു നനയിപ്പിച്ചു, കണ്ണു ഉറപ്പിച്ചു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരാളുണ്ട്. യേശു ഇടപെടുമോ? 1966 എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസറായി. ഹല്ലേലൂയ. വീട്ടിലേക്ക് ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ, മരണത്തെ മാത്രം പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഇടപെട്ട് സൗഖ്യമാക്കിയ ഒരു യേശുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് റാന്നിയിൽ ഒരു സഭയുള്ളത്. ഒരു 3 തലമുറയായി ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അമ്മച്ചി പിന്നെ മരിച്ചുപോയി, പക്ഷേ രോഗത്തിൽ ഇടപെടുന്ന ഒരു യേശുവിനെ എനിക്കറിയാം. ഇന്ന് കൃത്യം 1 വർഷം കഴിയുകയാണ്. ഏകദേശം മെയ് മാസത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾ അന്നെല്ലാം നിങ്ങൾക്ക് പോരാട്ടമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോടെയാണ്. പോരാട്ടമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോരാട്ടമുണ്ട്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല, ജഡീയങ്ങളല്ല. അപ്പം ഞങ്ങൾ കുറേ ടീമായിട്ട് എന്നും രാത്രി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു കാലമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പോകാറുണ്ട്. അന്ന് വളരെ ഒരു ആത്മനിയോഗത്തിൽ തിരുവനന്തപുരം മുതൽ പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അങ്ങനെ വെളുപ്പിനെയൊക്കെയാണ് വരിക. നിരന്തരമായി പ്രാർത്ഥന ട്രിപ്പുകൾ നടത്തും. അപ്പോൾ ടീമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പല സ്ഥലം, ഒത്തിരി പേരില്ലെങ്കിൽ ഞാനും ഭാര്യയും കൂടെ ജീപ്പ് എടുത്ത് ഞങ്ങളുടെ തൊട്ടടുത്തൊക്കെ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഓരോ സ്ഥലത്ത് ചെല്ലും, ഇറങ്ങി നിൽക്കും, 4 ദിക്കിലേക്കും കൈ ഉയർത്തി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കുചേരാൻ വേണ്ടി ഞങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വന്നു. ഞങ്ങളുടെ ഏറ്റവും സ്നേഹനിധിയായ സഹോദരൻ്റെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് ഞാനും വൈഫും കൂടെ പോയി. ഞങ്ങൾ ആ സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയ രാത്രി എൻ്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു. ഒരു ദർശനം, നമ്മൾ ഈ ബന്ധക്കോസുകാരുടെ ദർശനവും കാണുമല്ലോ. അപ്പോൾ ഇവളെന്നെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഒരു ദർശനം കണ്ടു. ഞാൻ ചോദിച്ചു എന്താണ്? ഇതാണ് കണ്ടത്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നു. അവളൊരു ജീപ്പ് ഓടിക്കുന്നു, ഞാൻ സൈഡിൽ ഇരിക്കുന്നു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ ഇറങ്ങി ഇന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ടെമ്പോ വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിർത്തി ക്രോസ് ഇട്ടു. ആ വണ്ടിയെ നിറച്ച് മണൽ ചാക്കുകളാണ്, ചാക്കടിക്ക് വെച്ചേക്കുന്ന വലിയൊരു ടെമ്പോ. അപ്പോൾ അപ്പം അതിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങിയിട്ട് ഒരു ചാക്ക് പൊട്ടിച്ച്, ഇതൊരു നമുക്ക് വിശ്വാസികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് ഒരു ചാക്ക് പൊട്ടിച്ചിട്ട് അത് മൊത്തം മണലായിരുന്നു. ഒറ്റ എടുത്ത് ഞങ്ങളുടെ ജീപ്പിൻ്റെ മണ്ടയ്ക്കോട്ടങ്ങിട്ട് ബോണറ്റും ഗ്ലാസ് മൊത്തം പൊടി, കണ്ണും കാണത്തില്ല, കരികരിക്കുന്നു, ഒന്നും കാണത്തില്ല, മൊത്തം മണൽ. അപ്പോൾ ഇവളിറങ്ങി ചെന്നിട്ട് ആ സ്വപ്നത്തിൽ തന്നെ ഈ വണ്ടി ഓടിച്ച സഹോദരനോട് ചോദിച്ചു, ഇങ്ങനെ ചേട്ടൻ എന്തോ പണിയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല, ഞാൻ നിങ്ങൾക്ക് എൻ്റെ വകയായ ഒരു പ്രത്യേക സമ്മാനം തന്നാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ പറഞ്ഞു സാരമില്ല, പ്രാർത്ഥിക്കാം. നേരം വെളുത്തപ്പോൾ പതുക്കെ മണൽ വാരി ഇട്ട പോലെ പൊങ്ങാൻ തുടങ്ങി. 1-2 ദിവസം കൊണ്ട് ആപാത ചൂടം പൊങ്ങി. ഇരിക്കാൻ വയ്യ, ഇരുന്നാൽ അവിടെ ഒട്ടിപ്പിടിക്കും, കിടന്നാൽ ഒട്ടിപ്പിടിക്കും. കഷ്ടപ്പെട്ടതിന് കയ്യും കണക്കില്ല. അന്യ സ്ഥലം തിരിച്ചു പോരാന്ന് വെച്ചാൽ ഈ ഒരു കോലത്തിൽ എന്നെ ഫ്ലൈറ്റേ കയറ്റത്തില്ല. ഈ കോലത്തിൽ എന്നെ ഒരാൾ അടുത്തിരുത്തുമോ, ഫ്ലൈറ്റേ കയറ്റുക. ആപാത ചൂട്. ആ ഫോട്ടോ ഇന്നും കണ്ടാൽ ഒരു മനുഷ്യൻ മുഖത്ത് നോക്കത്തില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതങ്ങ് കരിഞ്ഞു. പക്ഷേ ഞാനൊരു ദിവസം പ്രഭാതത്തിൽ നടക്കുമ്പോൾ എൻ്റെ ബാലൻസ് പോയി, എനിക്ക് നടക്കാൻ വയ്യ. അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ എനിക്കിവിടെ ഒന്നും തൊട്ടാൽ അറിയില്ല, നടക്കുമ്പം വേച്ച് പോവുകയാണ്. ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ
നല്ല ഡോക്ടേഴ്സ് എന്നെ നോക്കി, അവർ നല്ല സ്റ്റിറോയിഡ് ഇട്ടു. എന്നോട് ചോദിച്ചു കുറേ ദിവസം കുറവുണ്ടോ? സത്യത്തിൽ കാര്യമായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞു കുറവുണ്ട്. വീട്ടിൽ പോയി വീണ്ടും അഡ്മിറ്റായി, വീണ്ടും വീട്ടിൽ പോയി. അവസാനം ഇരുന്നുകൊണ്ട് നിന്നുകൊണ്ട് ഇതുപോലെ പ്രസംഗിക്കാൻ വയ്യ, ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചു. ഞാൻ ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചത് കണ്ട് കരഞ്ഞവരുണ്ട്. ഒത്തിരി പേർ വാവിട്ട് കരഞ്ഞു. പ്രിൻസ് പാസ്റ്റർ ഇരുന്ന് പ്രസംഗിക്കുന്ന കണ്ടു. വടി കുത്തി നടക്കാൻ തുടങ്ങിയപ്പം സങ്കടം തോന്നിയ എൻ്റെ ഒരു സഹോദരൻ പോയിട്ട് ഇരുമ്പിൻ്റെ ഒരു കാലം കൂടെ ഉണ്ടാക്കിച്ചുകൊണ്ട് തന്നു. കടയിൽ പോയി ഇരുമ്പിൻ്റെ കാലം കൂടെ, വടി കുത്തണ്ട ഇരുമ്പിൻ്റെ കാലം കൂടെ. പക്ഷേ ഈ കാലം കൂടെ പിടിച്ചുകൊണ്ടൊരു സെമിത്തേരി പോയ എനിക്ക് എന്നെ താങ്ങാൻ കാലം കൂടെ ഒത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് പോയി ഉപവസിച്ചുകൊണ്ട് ദിവസങ്ങൾ വെയിലത്ത്. അച്ചാച്ചൻ എന്ന് സൗഖ്യമാകുന്നു അന്നേ ഞാൻ കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് കൊച്ചൻ പുറത്ത് ജോലിക്ക് പോയി. ഒരു ദിവസം കോട്ടയത്തു നിന്ന് കുറച്ച് ആൻറ്റിമാർ വന്നു. എന്നെ ഒരു കസേര ഇരുത്തിയിട്ട് ആ അമ്മമാർ വട്ടവിൽ കരയാൻ തുടങ്ങി. അവിടെ കരച്ചിൽ എൻ്റെ ദേഹത്തോട് വീണ് ഒലിച്ചിറങ്ങി. പറയട്ടെ, അന്നെന്നെ യേശു സൗഖ്യമാക്കി. ഇന്ന് ഞാൻ യാത്ര ചെയ്തിവിടെ വരുമ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം. എൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു യേശുവിനെ അറിയാം. പ്രിയരെ, ഇടപെടുമോ യേശു? ലോകത്തിൽ ഇടപെടും. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, യേശു ഇടപെടും. യേശു ഇടപെടാൻ വന്നിട്ടുണ്ട്. യേശു ഇടപെടും. ഹെന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ഹെന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ബാക്കി എല്ലാവരും ചേർന്ന് പറഞ്ഞ്, അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. നിൻ്റെ ഉറക്കം പറഞ്ഞ്, അവൻ നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കും. സകല രോഗങ്ങളെ സൗഖ്യമാക്കും. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കൊണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. യേശു സൗഖ്യമാക്കും. എത്രയോ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് എനിക്കിന്ന്. ആ പ്രശ്നങ്ങൾ എത്ര പഴക്കമുണ്ടെങ്കിലും കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. എത്ര പഴക്കമുണ്ടെങ്കിലും. ഒരു 10-15 വർഷമെങ്കിലും ആയി കാണും എൻ്റെ ഓർമ്മയിൽ. എങ്ങനായാലും 10 വർഷത്തിന് മേളായി. ആ നല്ല കുടുംബത്തിന് കൊച്ചു പിള്ളേരെ കല്യാണം കഴിഞ്ഞിട്ട് 10-9 വർഷങ്ങളുമായി. അവർക്ക് മക്കളില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വയനാട്ടിൽ വന്നതിന് ശേഷം ജോയി പാസ്റ്റർ വീട്ടിൽ ഇരിക്കുമ്പോൾ അവരെന്നെ വിളിച്ചു. ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത്. ആ സന്തോഷം പങ്കുവെക്കാൻ വിളിക്കുക. അവർക്ക് മക്കളില്ല, കൊച്ചു പിള്ളേരെ. പക്ഷെ നല്ല കുഞ്ഞുങ്ങളാണ്. കർത്താവിൻ്റെ വേലയോടൊക്കെ താല്പര്യമുള്ള പിള്ളേരെ. മക്കളില്ലാത്തൊരു സങ്കടമല്ലേ. പക്ഷേ അവർ ഈ അടുത്തിടയ്ക്ക് ഒരു 6 മാസം മുമ്പ് ഇവിടെ വന്നിട്ട് പോയപ്പോൾ ഒരു നിയോഗം തന്നിട്ട് എൻ്റെ ഭാര്യ അവർ പോകുന്നതിന് മുമ്പ് 2 ബെഡ്ഷീറ്റ് എന്നിട്ട് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ, എന്നോട് കർത്താവ് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യുക. ഒരു എന്താണ് ഫെയ്ത്ത് ആക്ഷൻ എന്നൊക്കെ പറയും. ഞാൻ പ്രാർത്ഥിച്ച് ഈ ബെഡ്ഷീറ്റ് തരിക. നിങ്ങൾ അവരങ്ങ് വിദേശത്ത് പോവുക. നിങ്ങൾ പോകുന്നിടത്ത് ഈ ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കാൻ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് തരിക. ഒരു അത്ഭുതം നടക്കും. എന്ന് അവരെന്നെ വിളിച്ച് പറഞ്ഞു, ഭാര്യ ഗർഭിണിയാണ്, സ്കാനിങ് നടക്കുക, പ്രാർത്ഥിക്കണേ. എനിക്കൊരു കർത്താവിനെ അറിയാം. മനുഷ്യൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നൊരു യേശുവുണ്ട്. ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിനാ? പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. 2 രോഗത്തിൽ ഇടപെടുന്നൊരു യേശുവുണ്ട്. കരമടിച്ച് ശ്രദ്ധിച്ച്, യേശു ഇടപെടുമോ? ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാൻ നടക്കും. ഹല്ലേലൂയ. നരയ്ക്കോളം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. അത് യേശു എന്ത് ചെയ്യും? രോഗത്തിൽ ഇടപെടും. മരിക്കത്തിരുന്ന് ഞാൻ പറയത്തില്ല, മരണത്തെ പേടിക്കുകയും ചെയ്യരുത്. എന്നാൽ മരണത്തിൽ നിന്ന് നീക്കുമുക്ക് തരുന്ന ഒരു യേശുവുണ്ട്. സമയത്തിന് മുമ്പുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നീക്കുമുക്ക് തരുന്നൊരു കർത്താവുണ്ട്. ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിന്? എന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി. നമ്മുടെ പ്രശ്നങ്ങൾ, രോഗത്തിൽ ഇടപെടാൻ എല്ലാവരും സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് ഈ രാത്രി ഇടപെടുന്നൊരു യേശു, സമാധാന പ്രഭുവായ യേശു. ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്നെ കാണാം, എനിക്ക് നിങ്ങളെ കാണില്ല. പക്ഷേ എന്നെ നിങ്ങളെയും കാണുന്ന ഒരുവനുണ്ട്, പേര് യേശു. ഈ രാത്രി വന്നിട്ടുണ്ട്. എന്തിന്? നിന്റെ പ്രശ്നത്തിൽ ഇടപെടുന്നൊരു യേശു, നിന്റെ രോഗത്തിൽ ഇടപെടുന്നൊരു യേശു, നിന്റെ കുടുംബത്തിൽ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് വചനം പറയുക, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? എത്രയോ പ്രവശ്യം കണ്ടിട്ടുണ്ട്. കൊച്ചുങ്ങളൊക്കെ VBC കരഞ്ഞുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുമ്പോൾ അച്ഛൻ കുടിയൻ, അമ്മ തടഞ്ഞത്, വീട്ടിൽ പ്രശ്നം, ചേട്ടൻ വഴിപിഴച്ചത്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയും, ഒരാളെങ്കിലും ഒരു വീട്ടിൽ യേശുവുമായിട്ട് നിൽപ്പാനുണ്ടെങ്കിൽ ആ വീടിനെ ഉദ്ധരിക്കുന്ന യേശുവുണ്ട്. ഒറ്റയാൾ മതി, ഒറ്റയാൾ നിന്നാൽ മതി. ഇന്ന് രാത്രി പറയട്ടെ, നീ ഒറ്റയ്ക്കാണ്. അബ്രഹാമിനെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഒരു വീട്ടിൽ
ഒരാൾ ഒറ്റക്കുണ്ടെങ്കിൽ യേശുവെ എന്ന് വിളിച്ച് കർത്താവെ എന്ന് വിളിച്ച് നിന്നാൽ അവന്റെ വീടിനെ രക്ഷിക്കുന്ന ഒരു യേശുണ്ട്. സ്തുതിച്ച് ആരാധിച്ച് അല്ല പറയാൻ കഴിയുമോ? ഒറ്റയ്ക്കൊരു ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ ഒറ്റയ്ക്കായിരുന്നില്ലേ നമ്മുടെ പിതാക്കന്മാർ? ഒറ്റയ്ക്കായിരുന്നില്ലേ? ഒറ്റയ്ക്കൊരു ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചവർക്ക് ഇന്ന് കൂട്ടു സഹോദരന്മാരില്ലേ? എന്താ കാര്യം? ഒരു വില്ലേജിൽ ഒരാളുണ്ടെങ്കിൽ ആ വില്ലേജിനെ രക്ഷിക്കുന്ന യേശുണ്ട്. ഒരു വാർഡിൽ ഒരാൾ നിന്നാൽ മതി. യേശുവിന് വേണ്ടി യഥാർത്ഥമായി ഇന്ന് രാത്രി വയനാടിന്റെ പ്രിയപ്പെട്ടവരെ നാം ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കൊരാൾ മതി യേശുവിന് പ്രവർത്തിക്കാൻ. ഒരാൾ ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ, ഒരാൾ ഒരു വാർഡിലുണ്ടെങ്കിൽ, ഈ വയനാട് ഇവിടെ പുൽപ്പള്ളിയിൽ ഒരാളുണ്ടെങ്കിൽ, ഈ ചെറ്റപ്പാടത്ത് ഒരാളുണ്ടെങ്കിൽ, ഒറ്റയാൾ യേശുവിനെ വിളിച്ചു നിന്നാൽ ആ ഗ്രാമത്തെ രക്ഷിക്കാൻ യേശുവിന് കഴിയും. എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ഭാരതഭൂമി നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. ഒറ്റയാളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം, ഏകനായി വിളിച്ചിറക്കി വർദ്ധിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുക. രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിന്? നിന്റെ പാപത്തിന് രക്ഷിക്കുവാൻ. എത്ര പഴക്കമുള്ള പാപമാണെങ്കിലും, എത്ര വർഷത്തെ പാപം പറയാനുണ്ടെങ്കിലും, എത്ര വർഷത്തെ പാരമ്പര്യം അതിനുണ്ടെങ്കിലും, രോഗത്തിനുണ്ടെങ്കിലും ഇടപെടുന്ന ഒരു യേശു വന്നിട്ടുണ്ട്. എന്തിന്? ഇടപെട്ട് സൗഖ്യമാക്കാൻ. സ്തുതിച്ച് ആരാധിച്ച് എല്ലാവരും ഈ രാത്രി ആരും വെറുതെ ഇരിക്കരുത്. എനിക്കൊരു യേശുവിനെ അറിയാം. ഞാൻ വെറുതെ പ്രസംഗിക്കുകയല്ല. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, എൻ്റെ നാവ് രുചിച്ചത്, എൻ്റെ കൈ തൊട്ട ഞാൻ കണ്ട എൻ്റെ യേശു ഇടപെടുന്ന യേശു വന്നിട്ടുണ്ട്. യേശു എന്ത് ചെയ്യും? ഇടപെടും. യേശു ഇടപെടും. 3, യേശു മനുഷ്യൻ്റെ രോഗത്തിൽ ഇടപെടും. 3, മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മാനസിക പ്രശ്നം. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ പോലെ മാനസിക സംഘർഷങ്ങൾ കൂടുക. 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ വോയിസ് ക്ലിപ്പുകൾ എൻ്റെ ഇരിപ്പുണ്ട്. പേടിയാ. മിടുക്കര് പിള്ളേരാ. പരീക്ഷ വരുമ്പം പേടി. ഒന്നും പഠിക്കാത്തവൻ എന്തെങ്കിലും പേടിയുണ്ടോ? ഒരക്ഷരം പഠിക്കാത്തവൻ ഇന്ന് വരെ പേടിച്ചിട്ടുണ്ടോ? ഈ പേടിക്കുന്ന പിള്ളേരെല്ലാം പഠിച്ചത് ഇതുങ്ങൾ ജയിക്കുകയും ചെയ്യും. പക്ഷെ കാണിച്ചു കൂട്ടുന്ന കോപ്രായം എന്തോ ബഹള. ഇത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കൈ നിൽക്കത്തില്ല. ഭയം, വിഷാദം, ഡിപ്രഷൻ. ഈ പെന്തക്കോസ്ത് സഭകളെ പറ്റി ഒരു കാര്യം പറയാറുണ്ട്. പ്രശ്നമുള്ളവരൊക്കെയാണ് അവിടെ വരുന്നത്. എൻ്റെ വീട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, പിടിച്ചു കെട്ടിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭ്രാന്തരെ, എനിക്ക് ഓർമ്മയുണ്ട്. പിടിച്ച് കെട്ടിയിട്ടിട്ട് പ്രാർത്ഥിച്ച് ഭൂതങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പക്ഷെ നമ്മൾ ഭയങ്കര വയസ്സായതുകൊണ്ട് അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കത്തില്ല. പിടിച്ച് കെട്ടിയിടുക. എൻ്റെ അമ്മ നേഴ്സായിരുന്നു കൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുമായിരുന്നു. ഉറക്കിയിട്ടിട്ട് പ്രാർത്ഥിച്ച് ഭൂതം ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സൗന്ദര്യമാകുന്ന കണ്ടിട്ടുണ്ട്. അതിലൊരു സംഭവം മറക്കാത്ത ഒരു ചെറുപ്പക്കാരനെ വയലൻ്റ് ആകുമ്പോൾ, മനസ്സ് താളം തെറ്റിപ്പോയി അവൻ വയലൻ്റ് ആകുമ്പോൾ 10-24 വയസ്സ് കാണും. പിടിച്ച് കെട്ടുമ്പോൾ എനിക്കന്ന് 10-15 വയസ്സ് കാണും. ഞാനിവിടെ കൂടുന്നുണ്ട്, കൈയെല്ലാം പിടിച്ച് പുറമോട്ട് വെച്ച് കെട്ടുമ്പോൾ. പക്ഷേ അടുത്ത് നിന്ന് കരയുന്ന ഒരു പെങ്ങളെ എനിക്ക് ഓർമ്മയുണ്ട്. കാലം മുമ്പോട്ട് പോയി, മകൻ സൗഖ്യമായി, വിവാഹം കഴിച്ചു, മക്കളുണ്ടായി, അവർ വലുതായി. മക്കളുടെ വിവാഹം നടത്താറായപ്പോഴത്തേന് ഈ എളിയവൻ വിവാഹ ശുശ്രൂഷ നടത്തുന്ന ഒരു സ്ഥിതിയിൽ ഓടയുണ്ടായി. ദൈവകൃപയാ. വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ എളിയവൻ പറഞ്ഞു, അപ്പനും അമ്മയ്ക്കും അടുത്ത് വന്ന് നിൽക്കുക. 2 ഭാഗത്തുള്ള പേരൻസ് വന്ന് നിൽക്കുമ്പോൾ അതിലൊരു ഭാഗത്തെ ഫാദർ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിത്രമുണ്ട്. ഞാൻ ആ അപ്പനെ പിടിച്ചു കെട്ടിയതാണ്. പക്ഷെ ഇന്ന് മോൻ്റെ കല്യാണത്തിന് നിൽക്കുക. അമ്മയ്ക്ക് അതൊരു പക്ഷെ അറിയില്ല, ഈ മക്കൾക്കറിയില്ല. ഞാൻ പിടിച്ചു കെട്ടിയതാണ്. കാലം മുമ്പോട്ട് പോയപ്പോൾ അവർക്ക് കൊച്ചുങ്ങളുണ്ടായി. കൊച്ചുമക്കളെ സമർപ്പിച്ചത് എളിയവനാ. ഞാൻ പറഞ്ഞു, മക്കൾ വൃദ്ധൻ്റെ കിരീടം അവർക്കും വരാം. അവർ വന്ന് നിൽക്കുമ്പോൾ ഈ വല്യപ്പനെ ഞാൻ ഭ്രാന്തനായിട്ട് പിടിച്ചു കെട്ടിയതാണ്. പക്ഷേ ഇന്ന് ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാവും. മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നൊരു ദൈവം. എന്തുകൊണ്ടാണ് യേശു ഇടപെടുന്നറിയാമോ? യേശുവിനെ അവർ കളിയാക്കി. ഇവന് ഭ്രാന്ത, ബേൽസെബൂലിനെ കൊണ്ട് പുറത്താക്കുന്നു. ഭ്രാന്തെന്ന് വിളിക്കപ്പെട്ടവൻ ഇന്നും വരും ഭ്രാന്തരെ സൗഖ്യമാക്കാൻ, മനസ്സ് തളർന്നു പോകുന്നവനെ സൗഖ്യമാക്കുവാൻ. യേശു ഇന്ന് രാത്രി വന്നിട്ടുണ്ട് കേട്ടോ. വല്ലാതെ ഭയപ്പെടുന്നവരെ രക്ഷിക്കുവാൻ. മാനസിക പ്രശ്നത്തിൽ യേശു ഇടപെടും. 3, സാമ്പത്തിക പ്രതിസന്ധികൾ മനുഷ്യൻ്റെ സമാധാനം കളയും. പ്രിയമുള്ളവരെ, അതിഭൗതികത പ്രസംഗിക്കാൻ നിൽക്കുകയല്ല. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. മനുഷ്യൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടുന്ന ഒരു യേശുവിനെ എനിക്കറിയാം.
വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇടപെടുന്നൊരു കർത്താവിനെ അറിയാം. ആ നിമിഷങ്ങളിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ മുറ്റും കടൽ മീതെ 4-ാം യാമത്തിൽ ഉറ്റ സഖി അവൻ വന്നിടും. ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിന്? അതിസമ്പന്നത പ്രസംഗിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ദാരിദ്ര്യത്തിൽ ഇടപെടുന്ന ഒരു യേശുവുണ്ട്. ഈ രാത്രി കർത്താവ് വന്നിട്ടുണ്ട്. എന്തിനാ? മനുഷ്യൻ്റെ സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെടാൻ. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും യേശു ഇടപെടും. എന്ത് മനുഷ്യൻ്റെ സമാധാനം കളയും. മക്കളില്ലെങ്കിൽ മനുഷ്യന് സമാധാനം പോകും. പക്ഷെ ചിലപ്പോഴെങ്കിലും ഒക്കെ മക്കളുണ്ടെങ്കിലും എന്ത് പോകും? സമാധാനം പോകും. മക്കളുണ്ടെങ്കിലും എന്ത് പോകാം? സമാധാനം പോകാം. പൊതിലേ പോകാം. പ്രിയമുള്ളവരെ, അല്ല, ഒരു മിനിറ്റ്. അപ്പോൾ മക്കളുണ്ടെങ്കിലും സമാധാനം പോകും. പൊതിലേ പോകും. ഒരു അപ്പന്, ആ അപ്പൻ്റെ മോള് മരിച്ചുപോയി, അത്യാസന്ന നിലയിലായി. ആ അപ്പന് ഭയങ്കര സങ്കടമായി. അതിനൊരു സൈക്കോളജിക്കലായിട്ടൊരു ഫാക്റ്റുണ്ട്. ഈ അപ്പന്മാർക്ക് ഇഷ്ടം ആരോടായിരിക്കും? ആൺപിള്ളേരോടാണോ വയനാട്ടിൽ പെൺപിള്ളേരോടാണോ? കൂടുതലിഷ്ടം എല്ലാവരും ഇഷ്ടം, എന്നാലും കൂടുതലിഷ്ടം ആരോടായിരിക്കും? സത്യമാണല്ലോ, പെൺപിള്ളേരോടാണ്. പെൺപിള്ളേരുടെ ഇഷ്ടം അപ്പന്. സത്യമല്ലേ? അപ്പം നമ്മുടെ അമ്മ ചിലപ്പോൾ അപ്പൻ്റെ കുഞ്ഞാര് മോളാണ്, അപ്പനും മോളും കൂടെ. നമ്മൾ അപ്പനും മോളും ഒരു കൈയല്ലേ? അപ്പനും മോളും ഒരു കൈയാണ്. ഈ അപ്പൻ്റെ മോള് മരിച്ചുപോയി 12ാമത്തെ വയസ്സ് യേശു വന്നപ്പോഴത്തേന്. മരിച്ചില്ലേ? പക്ഷേ യേശു എല്ലാവരെയും എന്താക്കി? പുറത്താക്കി. അതിനൊരു കാരണമുണ്ട്. ഈ അപ്പൻ്റെ മോള് ചത്ത് കിടന്നപ്പം അണ്ണന്മാർ വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ. ഈ വിച്ച തെറ്റിയ ഇമാരിൻ്റെ ഫോട്ടോ എടുക്കും. എന്നിട്ടോ അങ്ങ് ജീവിച്ചാലും നാളെ എൻ്റെ കല്യാണം വരും പറയും ഏതാണ്ട് മാരക അസുഖമുള്ള വച്ച ചത്ത് കിടക്കുന്ന ഫോട്ടോ ഇതാണ്. ആ കിടപ്പ് കണ്ട ഒരുത്തരും കേട്ടതില്ല. ഒരു കാര്യം ഓർത്തോണേ, നിൻ്റെ പെൺകുഞ്ഞിൻ്റെ ഒരു ദോഷവാർത്ത ലോകരറിയരുന്ന് നമ്മളെക്കാൾ നിർബന്ധമുള്ള ഒരാളുണ്ട്. യേശു എല്ലാവരും പുറത്താക്കി. ഒരുത്തൻ കാണേണ്ട പൊക്കോളം പറഞ്ഞു. നമ്മളെക്കാട്ടിലും കൂടുതൽ നമ്മുടെ വീടിൻ്റെ മക്കൾ മുഖാന്തരം ഒരു നിന്നയ്ക്ക് വിട്ടുകൊടുക്കലെന്ന് ആഗ്രഹമുള്ളത് യേശുവിന്. അതുകൊണ്ടാണ് നാം പാടുന്നത്, നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? ഇല്ല 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 ഇല്ല. നിന്നയ്ക്ക് വിട്ടുകൊടുക്കാത്തൊരു ദൈവമുണ്ട്. യേശു ഒരു വാക്ക് പറഞ്ഞു. അപ്പം ഈ പെൺകൊച്ച് 12 വയസ്സ് എന്നുള്ളതിനൊരു വലിയ ഘടകമുണ്ട്. 12 വരെ പിള്ളേർ പാവങ്ങളായിരിക്കും. ഈ പിള്ളേർക്ക് ചേഞ്ച് ഉണ്ടാകുന്ന എത്ര വയസ്സ് കഴിയുമ്പോഴാണ്? 12 കൗമാരം തുടങ്ങും. അതോടെ ഇന്നലത്തെ മട്ട് മാറും. പിന്നെ ഒക്കെ അങ്ങ് ഭയങ്കര ദേഷ്യം, കുളിക്കാൻ കയറിയ 1.5 ടാങ്ക് വെള്ളം, പിന്നെ അങ്ങ് വാശി, ഉച്ചവരെ കിടന്നുറക്കം, എന്തെല്ലാം. ഞാനൊരു വീട്ടിൽ നിൽക്കുമ്പം ഈ 2ാം നിലയാണ്. അപ്പോൾ ഈ ഡബിൾ ഹൈറ്റുള്ള വീടാണ്. മേളത്തെ നിലയിൽ നിന്ന് അവിടെ വന്ന് നിൽക്കാം. ഉച്ചയായപ്പോൾ ഒരു പെണ്ണിങ്ങനെ വന്ന് ഇന്നപ്പോൾ അമ്മയുണ്ട് പറയാം, പക്ഷേ അപൂർവമായി കിട്ടുന്ന അവസരമാണ്, ദർശനം തരാൻ വന്ന് ഇപ്പുണ്ട് കണ്ടോളാൻ. ഏതാ ഇപ്പം ദർശനം കിട്ടും, ദർശനം തരാൻ വേണ്ടി. അമ്മ പറഞ്ഞ വാക്ക് ഞാനിപ്പം പറയുന്നില്ല. നമ്മുടെ ആൾ വന്ന് ഇപ്പുണ്ട് ഒന്ന് തൊഴുതേക്കാൻ. കാരണം 12 മണിക്ക് വന്ന് നിൽക്കുകയാണ്. എന്തോ ചെയ്യും? 12 കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം. അപ്പനാകെ സങ്കടപ്പെട്ടു. പക്ഷേ യേശു വന്നിട്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞു, തലിത കുമി, ബാല എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. അങ്ങനെയെങ്കിൽ അപ്പൻ, ആ മോള് മരിച്ചു പോയാ പിന്നെ അപ്പൻ എങ്ങനെ വീട്ടിൽ വരും? ഓരോ മുറിയിലും കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ പല നിറത്തിൽ. പിന്നെ ഓരോ ആണ്ടാകുമ്പോഴും ഇൻസ്റ്റായി ഫോട്ടോ. അപ്പനെങ്ങനെ സഹിക്കും? അപ്പൻ ജീവിതകാലം മുഴുവൻ ഒരു ഓർമ്മയിൽ തേങ്ങത്തില്ലേ? പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. അപ്പൻ്റെ മകളുടെ വിഷയത്തിൽ ഇടപെട്ടൊരു യേശു. അപ്പൻ്റെ മകളുടെ വിഷയത്തിൽ ഇടപെട്ടിട്ട് യേശു പറഞ്ഞു, ബാല എഴുന്നേക്ക്. അങ്ങനെയാണെങ്കിൽ രാത്രി എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിഷയത്തിൽ ഇടപെട്ട് സമാധാനം തരുന്നൊരു യേശുവുണ്ട്. അപ്പൻ്റെ മകളുടെ വിഷയത്തിൽ ഇടപെടുന്ന യേശു. എന്നിട്ട് ആ സൗണ്ട് മുഴങ്ങും, ബാലെ എഴുന്നേൽക്കുക. കരമുയർത്തി എല്ലാവരും യേശു പാൻപേടയെ പ്രസവിപ്പിക്കുന്ന, വനങ്ങളെ തോലിരിക്കുന്ന, പാറിയെ തകർക്കുന്ന ശബ്ദം ഉറക്കെ പറഞ്ഞ് യേശു ഇടപെടാൻ വന്നിട്ടുണ്ട്. കരമുയർത്തിപ്പറ. യേശു ഇടപെടും. എന്തിനാ? നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ യേശു ഇടപെടും. ഉയരട്ട ശബ്ദം. ഇന്ന് പകലിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, തലീത കുമ്മി, ബാല എഴുന്നേക്കട്ട്. ഒത്തിരി സൈക്കോളജിക്കൽ പ്രോബ്ലത്തിലൂടെ കടത്തിവിട്ട് അനാവശ്യമായി കുരുക്കളിപ്പെട്ട് തകർത്ത് മുടിക്കുന്ന ഒത്തിരി പൈശാചിക ബന്ധങ്ങളുടെ തേർവാഴ്ചക്കകത്ത് യേശുവിൻ്റെ ശബ്ദം പെൺകുട്ടികൾക്ക് വേണ്ടി മുഴങ്ങട്ട്. തലീത കുമ്മി, കരമടിച്ച് സ്തുതി ഉറക്കപ്പറ. തലി തക്കുമ്മി വന്നിട്ടുണ്ട്. യേശു എന്തിന് ഇടപെടും? എന്നും അപ്പൻ്റെ മകളുടെ വിഷയത്തിൽ ഇടപെടും.
വെറുതെ പറയല്ല, നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ നൊമ്പരങ്ങൾ ഈ ചങ്കിനകത്തിരിപ്പുണ്ട്. നൂറുകണക്കിന് അപ്പന്മാരുടെ നൊമ്പരങ്ങൾ ഈ ചങ്കിനകത്തിരിപ്പുണ്ട്. അത് ഞാനും കൂടി ഇല്ലാതാകുമ്പോൾ അതോടെ കുഴിയിലോട്ട് പോകും. പക്ഷെ ഒന്ന് എനിക്കറിയാം, വിടുവിച്ച ഒരു യേശുവിനെ അറിയാം. വിടുവിച്ച ഒരു യേശു വന്നിട്ടുണ്ട്. എന്തിന്? അപ്പൻ്റെ മോളെ എഴുന്നേൽപ്പിക്കാൻ. ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മ എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ്. ഉണ്ടായിരിക്കണം. ഏത് വീട്ടിലും അമ്മ വേണമെന്ന് ഞാൻ പറയും. അപ്പനില്ലെങ്കിലും ആര് വേണം? അപ്പം വേണം, തെറ്റിദ്ധരിക്കരുതേ. അപ്പനില്ലെങ്കിലും അമ്മ വേണം. കാരണം അമ്മയില്ലാത്തൊരു വീടുണ്ടായിരുന്നു വേദപുസ്തകത്തിൽ. പേരറിയാമോ? ലോത്തിൻ്റെ വീടാ. അവിടെ അമ്മയില്ലായിരുന്നു. അമ്മ ഉപ്പൂണായിപ്പോയി. അവിടെ 2 പെൺപിള്ളേരുണ്ടായിരുന്നു. സുന്ദരി പിള്ളേരാ, അതീവ സുന്ദരിമാരായിരുന്നു. പക്ഷേ അവർ അപ്പൻ്റെ കൂടെ കിടന്നതും എഴുന്നേറ്റതും അപ്പൻ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. പിള്ളേരെന്തോ ചെയ്യുന്നെന്ന് അറിയണമെങ്കിൽ ആ വീട്ടിൽ ആര് വേണം? അമ്മ വേണം. അമ്മ വലിയൊരു കാര്യമാണ്. ഈ വീട്ടിൽ ആരില്ലായിരുന്നു? അമ്മ ഉള്ള ഒരു വീട്. പക്ഷെ അപ്പനില്ലാത്തൊരു വീട്. നായും പട്ടണത്തിലെ ഒരു വീടാണ്. അതിനൊരു കാരണമുണ്ട്. അമ്മയുടെ ലോകം ചെറുതാ. അമ്മ ആരും ആയിക്കോട്ടെ, അമ്മയുടെ ലോകം ചെറുതാ. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയുടെ ലോകം ചെറുതാ. കേരളത്തിലെ 140 എത്ര MLA? 140 140 അല്ലേ? ശരി. ഒരു 20 MLA പേരിപ്പം പറയാമെന്ന് ആൻറ്റിമാരൊന്ന് കൈവെക്കാം. അച്ഛൻ വേണേ പറയും. ആൻറ്റിക്ക് പറയാമോ 20 MLA പേര്? പറയാമോ? ഇല്ല. പക്ഷെ അച്ചായൻ പറയും. പക്ഷെ കൊച്ചെട്ടിലാണോ 9ലാണോ ചോദിച്ചാൽ അച്ചായൻ ഞാൻ വെക്കും. പെട്ടെന്ന് ചോദിച്ചാൽ 3 ഉണ്ടെങ്കിൽ 8ലോ 9 പറയും. അമ്മ തിരുത്താൻ അമ്മ വേണം. കൊച്ചെട്ടിലോ 9ലാണെന്ന് പറയുന്നത്. പക്ഷേ MLA പേരറിയാം. അച്ചായന് നാട്ടിലെ കാര്യം അറിയാം, അമ്മയ്ക്ക് എവിടുത്തെ കാര്യം അറിയാം, വീട്ടിലെ കാര്യം. ഇവിടെ ഒരു സൈക്കോളജി ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുക. അമ്മയ്ക്കിഷ്ടം ആരോടാ? മോളോടാണോ മോനോടാണോ? പൊതുവേ അമ്മയ്ക്ക്. അമ്മയുടെ അപ്പം പോയി, ഇനി അമ്മയും ഒറ്റ മോനും. ആ മോനെ മരിച്ചുപോയി. ഈ മോനെ കൊണ്ട് അടക്കാൻ പോവുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ മോൻ അടക്കിയിട്ട് അമ്മ തിരിച്ചു വരുമ്പോൾ അവൻ കൊച്ചനാ. അമ്മയുടെ മോൻ്റെ വിഷയത്തിൽ യേശു ഇടപെടണ്ടേ? അവൻ തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ബുള്ളറ്റുണ്ട്. അവൻ മോഡിഫൈ ചെയ്ത ബുള്ളറ്റാ. അവൻ കൊതിച്ച് വാങ്ങി മോഡിഫൈ ചെയ്ത ബുള്ളറ്റാ. അതാ പോർച്ചിരിപ്പുണ്ട്. അവൻ മരിച്ചെന്ന് കണ്ടപ്പോഴേ അവൻ്റെ കസിൻ വന്നിട്ട് പറഞ്ഞു ഈ ബൈക്ക് എനിക്ക് തരണമെന്ന്. അതാണ് മനസാക്ഷിയില്ലാത്ത പിള്ളേർ. പറയത്തില്ലേ? പക്ഷേ ഈ ബൈക്ക് കാണുമ്പോൾ അമ്മയുടെ ഉള്ളു പൊള്ളത്തില്ലേ? അമ്മയുടെ മോൻ്റെ കാര്യത്തിൽ ആരെ ഇടപെടും? ഒറ്റ മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാം.
എനിക്കൊരു കർത്താവിനെ അറിയാം, അമ്മയുടെ മോൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന യേശു. ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. ഇടപെടുക മാത്രമല്ല, അല്ലെങ്കിൽ അമ്മ എങ്ങനെ ജീവിക്കും? രണ്ട് പെങ്ങന്മാർ, രണ്ട് പെങ്ങന്മാർക്ക് ഒരേ ഒരു കൂടപ്പിറപ്പ്. അപ്പൻ്റെ അമ്മയുടെയും പേരില്ല. ഒരു പക്ഷേ അവർ നേരത്തെ മരിച്ചു കാണാം. ഈ പെങ്ങന്മാർക്ക് ആകെയുള്ളത് ഒരു ആങ്ങളെയാണ്. ആങ്ങളെ മരിച്ചു പോയപ്പോൾ ഈ പെൺപിള്ളേർ ഇനി എങ്ങനെ ജീവിക്കും? അടയറവില്ലാത്ത വീട്ടിൽ അവർ പാവങ്ങളായിരിക്കും. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, ഇവരുടെ വീട്ടിൽ നിന്ന് പോയപ്പോഴാണ് യേശുവിന് രാവിലെ വിശന്നത്. അത്തിപ്പഴത്തിൽ ബലം ഉണ്ടാവുമെന്ന് നോക്കുന്നു ശപിക്കുന്നത്. ഇവർക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ ഏത്തയ്ക്കായും മുട്ടയും പിഴുങ്ങി കൊടുത്തേനെ. ആരാ? മാർത്തയും പറയും. പാവങ്ങളായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പാവങ്ങളായിരിക്കും. പക്ഷേ ഈ പാവങ്ങളുടെ പെങ്ങന്മാരുടെ ആങ്ങളെ പോയി. കൂടപ്പുറപ്പ് ചെറിയൊരു കാര്യമാണ്. പക്ഷേ യേശു വന്നു. 4-ാം ദിവസം വന്നു. ഒറ്റ ശബ്ദം, ലാസറേ പുറത്തു വരിക. പെങ്ങന്മാരുടെ കൂടപ്പുറപ്പിൻ്റെ വിഷയത്തെ ഇടപെടുന്ന ഒരു യേശുണ്ട്. അങ്ങനെയെങ്കിൽ ഇടപെടുക മാത്രമല്ല, സമാധാനം തരുന്ന ഒരു കർത്താവ് ഈ രാത്രി വന്നിട്ടുണ്ട്. കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച്. പാപത്തിൽ ഇടപെടുമോ? ഇടപെടും. രോഗത്തിൽ ഇടപെടുമോ? ഇടപെടും. മാനസിക പ്രശ്നങ്ങളിൽ ഇടപെടുമോ? ഇടപെടും. അമ്മയുടെ അപ്പൻ്റെ മോടെ വിഷയത്തിൽ ഇടപെടുമോ? ഇടപെടും. തലി തക്കൂമി അപ്പൻ്റെ മകളുടെ വിഷയത്തിൽ, അമ്മയുടെ മകൻ്റെ വിഷയത്തിൽ. അതാണ് ഇന്നിന് പേരിട്ടേക്കുന്ന എറൈസ്. ആ മഞ്ചത്തെ തൊട്ടിട്ട് പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേക്കുക. അതാണ് ഈ സമ്മേളനത്തിന്റെ പേര്, എറൈസ്. ബാല്യക്കാരാ എഴുന്നേൽക്കുക. പെങ്ങന്മാരുടെ കൂടപ്പുറപ്പിന്റെ വിഷയത്തെ ഇടപെടാം. സമാധാന പ്രഭു, നിത്യപിതാവ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്കൊന്നും ആരുമില്ലാത്തവർ. അതാ സത്യം. ഞാൻ സിറ്റിയെക്കുറിച്ച് നല്ലൊരു ഡെഫിനിഷൻ കേട്ടു. സിറ്റി, വാട്ട് ഈസ് സിറ്റി എന്നുള്ളതിനൊരു ഡെഫിനിഷൻ കേട്ടു. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരുമില്ലാത്ത കുറേ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? സിറ്റിയാണ്. പലപ്പോഴും പലർക്കും ആരുമില്ലെന്നുള്ള സത്യം. ഏത് പ്രായത്തിലും നമ്മൾ അനാഥരാണ്. ഞാനിതിപ്പോൾ കൂടെ പറയാറുണ്ട്. ഒരു സഹോദരൻ എന്നെ കാണാൻ പൗരുഷ്യം വന്നു. പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞു, ഞാൻ ഉത്തരേന്ത്യയിൽ നിന്ന് വരികയാണ്, പാസ്റ്ററെ ഒന്ന് കാണുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എന്താ ചായ? ഒന്നുമില്ലെന്നേ, ചുമ്മാ ഒന്ന് വർത്തമാനം പറയണം, സങ്കടമൊക്കെ പറയണം. അപ്പോൾ അച്ചായൻ കണ്ണ് നിറഞ്ഞ് പറയാൻ തുടങ്ങി, എനിക്ക് ആരുമില്ല പാസ്റ്ററെ. അപ്പം ഞാൻ ചോദിച്ചു, ആരുമില്ലെന്ന് പറഞ്ഞാൽ ഭാര്യ? ആ, ഭാര്യയുണ്ട്, എനിക്കാരുമില്ല. ഞാൻ ചോദിച്ചു, പിള്ളേരുണ്ട്, എനിക്കാരുമില്ല. അപ്പോഴാണ് സംസാരത്തിൽ മനസ്സിലായത്, അപ്പനും അമ്മയും മരിച്ചുപോയി. പ്രായമാണെങ്കിലും അപ്പനും അമ്മയും മരിച്ചു പോയപ്പോഴാണ് പുള്ളിക്ക് തോന്നുന്നത് ആരും ഇല്ല. അന്ന് എനിക്ക് വായന കിട്ടിയൊരു വാക്കാണ് അഡൽട്ട് ഓർഫൻ. ഏത് പ്രായത്തിലാണെങ്കിലും അപ്പനും അമ്മയും മരിച്ചാൽ നമ്മൾ ആരാ? ഓർഫന. ഈ പെൺപിള്ളേരെയൊക്കെ കെട്ടിച്ച് വിട്ട് അവർക്ക് പിള്ളേരായാലും വീട്ടിലൊരു ഇച്ചക്കേട് വന്നാൽ ഓടി എങ്ങോട്ട് പോകും? ഓടി എങ്ങോട്ടാണ് പോകുന്നേ? അമ്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴേ ചോദിക്കും, നീ ഒറ്റയ്ക്കാന്നോടി? അല്ല, ഞാൻ രണ്ടുപേരും കൂടെ. നിങ്ങൾക്ക് എന്നാ സോക്കേട് എന്ന് ചോദിച്ചാലും എവിടെ ചെല്ലും? അമ്മയുടെ അടുത്ത്. അപ്പനും അമ്മയും വലിയ കാര്യമാണ്. ആരും ഇല്ലാതെ വരുമ്പോഴേ അതിൻ്റെ പ്രയാസം അറിയത്തും. പക്ഷേ ഇവിടെയാണ് കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക് ആരാ? നിത്യ പിതാവാണ്. എന്നെ സംബന്ധിച്ചോളം യേശു ഒരു ആശയമല്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു എനിക്ക് ഒരു അറിവല്ല. എനിക്ക് യേശു ഒരു വ്യക്തിയാണ്, നിത്യപിതാവാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞ കർത്താവിനറിയാം. ഞങ്ങൾ സ്റ്റേജിലൊക്കെ ഇപ്പോൾ ജോയി പാഷാണെങ്കിലും ഞാനാണെങ്കിലും ബിനോയ് പാഷാണെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ ഈ പാഷന്മാരുടെ ഒരു പ്രശ്നം നിങ്ങളറിയണം. നിങ്ങളത് അറിഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ പാഷന്മാരുടെ ഒരു പ്രശ്നമുണ്ട്. വിശ്വാസികൾക്കൊരു സങ്കടം വന്ന ആരോട് പറയും? പൊതുവേ അതാണ് ഇവിടെ പറഞ്ഞു. ദൈവദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്തും പറഞ്ഞു, ഞങ്ങൾക്കൊരു ആത്മീയ പിതാവായി ഞങ്ങളുടെ സങ്കടങ്ങൾ, നല്ലൊരു വാക്കാണ് വായിച്ച്. വിശ്വാസികളുടെ സങ്കടങ്ങൾ അവരാരോട് പറയും? പാസ്റ്ററോട് പറയും. എത്രയോ സഹോദരന്മാരുണ്ട് പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഒരാഴ്ചയായിട്ട് മിണ്ടുന്നില്ല, പാസ്റ്ററെ ഇടത്തൂടാ, ഇതൊന്നും പറയരുത്. പറഞ്ഞെന്നറിഞ്ഞാൽ അവൾ വലിയ പുള്ളിയാണ്, ഭയങ്കര അഭിമാനിയാണ്, വീട്ടിൽ വരണം, പറയാതെ ഇതൊന്ന് പരിഹരിക്കണം. നമ്മൾ സൂത്രത്തിൽ വീട്ടിൽ ചെല്ലിട്ട് ഇറങ്ങാൻ നേരത്ത് പറയും, രണ്ടുപേരേക്ക് വന്നേ കരം കോർത്ത് പിടിച്ച് ഒരു ആത്മനിയോഗം പ്രാർത്ഥിക്കുക. ആത്മനിയോഗമൊന്നും അല്ല, പുള്ളി പറഞ്ഞതാണ്. എന്നാലും നമ്മളോട് പറയത്തില്ലേ പ്രശ്നമാണ്. ഭാര്യ ഭർത്താവും കൂടെ പിണക്കാണോ, ഈ ഇടപെടണമെന്ന് പറയും.
ഞാൻ ചോദിച്ചോട്ടെ, പാസ്റ്ററും ഭാര്യയും കൂടെ പിണങ്ങത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലേ, അങ്ങനെ ചിന്തിക്കേണ്ട, പിണങ്ങുമൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ കുടുംബസ്ഥനായിട്ടും 10-25 വർഷമായി. എന്നാൽ ഒരു പാസ്റ്ററും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? ദൈവത്തെ ഓർത്ത് ആരോടും പറയരുത്. വിശ്വാസിയോട് പറഞ്ഞാൽ അവർ പറയും, ഈ അവർ കുടുംബം നയിക്കാൻ കൊള്ളാവുന്നതിനല്ല, അടുത്ത ട്രാൻസ്ഫറിന് വിട്ടേക്കാൻ പറയും. ആരോടും പറയാനൊക്കത്തില്ല. 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ രഹസ്യം ഇതിനകത്തുണ്ട്, ചങ്കിനകത്ത്. പക്ഷെ ഒരു കർത്തദാസൻ്റെ വിഷമം ആരോട് പറയും? ഒരു കുഞ്ഞിനൊരു അബദ്ധം പറ്റിയ. അങ്ങനെ പറഞ്ഞവർ പറഞ്ഞ് സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവർ സഭ ഭരിക്കേണ്ടെന്ന് പറയും. അവർക്കിരുന്ന് ഉരുളാനേ ഒക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. വിശ്വാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പാസ്റ്ററുണ്ട്, പാസ്റ്ററുടെ പ്രശ്നം കേൾക്കാൻ ആരുമില്ലെന്നുള്ളതാണ് സത്യം. അതിപ്പോൾ ഒരു പരിധി വരെ പല പ്രശ്നങ്ങളും ആരോടും പറയാനും ഒക്കത്തില്ല. വ്യക്തിപരമായ സ്വകാര്യമായ ഒരു സങ്കടം എന്നെയും ബാധിച്ചു. എല്ലാവരും ഉറങ്ങി, ഭൂമി മുഴുവൻ ഉറങ്ങുക. ഞാനിത് ഒത്തിരി വേദി പറഞ്ഞു, ഞാൻ മാത്രം ഉണർന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല. എൻ്റെ ഒരു സങ്കടം. വെളുപ്പിന് 2:45 എല്ലാവരും ഉറക്കുക, ഭൂമി മുഴുവൻ ഉറക്കുക. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് എൻ്റെ തിണ്ണെ വന്നിരുന്നു. കാരണം രാത്രി പ്രാർത്ഥിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പോൾ അവർ വന്നെങ്കിൽ എന്നെ കാണണ്ട. ഞാൻ അവിടെ ഇരുന്ന് അവർ ചോദിക്കുക എന്നാന്ന്. രാത്രി ഓഫ് ചെയ്ത് അവിടെ ഇരിക്കുക. കൃത്യം 2:45 എൻ്റെ ബെല്ലടിച്ചു. ഫോൺ നോക്കിയപ്പം പുല്ലൂന്ന് സാമച്ചൻ പാസ്റ്റർ, അദ്ദേഹം ഒരു പ്രവാചകനാണ്. അദ്ദേഹം എന്നെ വിളിച്ചാൽ വെളുപ്പിന് 2:45. അച്ഛൻ എന്നെ പറ്റി ഒന്നുമില്ല, മോൻ്റെ കല്യാണം പറയാൻ വിളിച്ചതാണ് 2:45 വെളുപ്പിനെ. ഞാൻ ചോദിച്ചു, ഇന്ത്യയിൽ നിന്നാണോ? ആണ്. പിന്നെ ഇതിന് 2:45. അത് വിളിച്ചെന്നേ ഉള്ളൂ, നാളെ വിളിക്കാതിരുന്ന. പക്ഷെ അതിനല്ല വിളിച്ചത്. ഞാനൊരു വെളിപ്പാട് കണ്ടു, അത് നിന്നോട് പറയാൻ വേണ്ടിയാണ്. ദൈവം എന്നെ ഉണർത്തി, നീ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞു. പുള്ളി ഒരു കാര്യം എന്നോട് വെളിപ്പാട് പറഞ്ഞു. ഞാൻ ഏത് വിഷയത്തെ ഉണർന്നിരുന്നോ അതിനുള്ള ഉത്തരവായിരുന്നു. 2:45 ഞാൻ ഉണർന്നിരുന്ന ആരും കണ്ടില്ല, ലോകത്തൊരു മനുഷ്യൻ കണ്ടില്ല. പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം. എൻ്റെ കണ്ണ് നനഞ്ഞ് അറിയുന്ന ഒരപ്പനെയാണ് ഞാൻ പറയുന്നത്. ഈ രാത്രിയിലേക്ക് പറയാനുള്ളത് 2000 വർഷം മുമ്പ് വന്ന ഒരാളെക്കുറിച്ചല്ല. എനിക്ക് പറയാനുള്ളത് എൻ്റെ കണ്ണ് നനഞ്ഞാൽ എൻ്റെ മുഖം വാടി അറിയുന്ന ഒരു പിതാവിനെക്കുറിച്ചാണ്. ഈ അപ്പൻ്റെ മക്കളാകാൻ എന്താ വഴി? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. ഇന്ന് രാത്രി ഈ അപ്പൻ്റെ മക്കളല്ലെങ്കിൽ, ബോധ്യമില്ലെങ്കിൽ ഒറ്റ വഴി പറഞ്ഞാൽ മതി, അപ്പാന്നൊന്ന് വിളിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ക്രൂശിൽ കിടക്കുന്ന കള്ളൻ ഒറ്റ വഴിയേ പറഞ്ഞുള്ളൂ, എന്നെ ഒന്ന് ഓർക്കണമേ. പൂ ചോദിച്ചപ്പം പൂന്തോട്ടം കിട്ടിയതുപോലെ പറഞ്ഞു ഓർക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ എവിടെ ഇരിക്കും? പൂ ചോദിച്ചു പൂന്തോട്ടം കിട്ടിയെന്ന് പറയത്തില്ലേ? അവൻ ചോദിച്ചത് ഓർക്കണമേ. അങ്ങനെയെങ്കിൽ ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. പിതാവ്, കരങ്ങളെല്ലാം ഉയർത്തിക്കേ. നിത്യപിതാവ്, 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 അതിനും തുറന്ന് വിളിച്ച് അപ്പാന്ന് വിളിച്ച്. വയനാടിൻ്റെ മക്കളെ, കണ്ണു നനഞ്ഞാൻ അറിയുന്ന ഒരാളുണ്ട്, ആരുമില്ലെന്ന് ചിന്തിക്കരുത്. ആളുടെ പേര് യേശു. വ്യക്തിയാ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന യേശു. ആരുമില്ലെന്ന് ചിന്തിക്കരുതേ. അതുകൊണ്ട് തന്നെ അവർ പാടും, പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനും പെറ്റമ്മേ കവിഞ്ഞാർദ്രമാരും പിതവയുടെ കാന്തനും സാധുവിൻ്റെ അപ്പ യേശു. അതിരകൾ തുറന്നേ. കുഞ്ഞെ, യേശു ഇല്ലാതെ പോകരുതേ. കുഞ്ഞുങ്ങളെ, യേശുമായിട്ടൊരു ബന്ധമില്ലാതെ പോകരുത്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, പ്രഭു, ദൈവം നമ്മോട് കൂടെ. അവൻ തന്നെ ജനത്തെ അവരുടെ പാപമെന്ന് രക്ഷിപ്പായിരിക്കൊണ്ട് അവന് യേശു. അപ്പാന്ന് വിളിക്കാവുന്നവരെല്ലാം അപ്പാന്ന് വിളിച്ച്. ഏത് പ്രായത്തിലും യേശു വന്നിട്ടുണ്ട്. യേശു രാത്രി
25 വർഷത്തെ ആഘോഷം ഒരാളെക്കുറിച്ച് നടത്തിയ യേശുവിനെ. 25 വർഷത്തെ ശുശ്രൂഷയിൽ ജോയി പാസ്റ്ററെ ആഘോഷിക്കാനല്ല നമ്മൾ കൂടിയിരിക്കുന്നത്, ജോയി പാസ്റ്റർ നടത്തിയ യേശുവിനെ ആഘോഷിക്കാൻ. ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇതിലൂടെ നടന്നപ്പോൾ നടത്തിയ ഒരു യേശുവിനെ അറിയാൻ. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും. ഒന്ന് പാടണമെന്നുള്ളവർ ആകുമെങ്കിൽ ഒക്കുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ പുസ്തകങ്ങളൊക്കെ ഒന്ന് താഴെ എവിടെയാണ് കസേരകൾ സേഫായിട്ട് വെച്ച് അപ്പാന്ന് വിളിച്ച് ഉറക്ക കരഞ്ഞ് നിത്യപിതാവ് യേശു ആത്മസ്നാനം പ്രാപിച്ച എല്ലാവരും ആത്മാവിൽ സ്തുതിച്ച്, പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചവരെല്ലാം പരിശുദ്ധാത്മാവിൽ സ്തുതിച്ച്, ഒരു വാക്കെങ്കിലും ആത്മാവിൽ പറയാൻ കഴിയുന്നവർ അതിനകത്തോടൊന്ന് ആത്മാവിൽ സ്തുതിച്ച്. എല്ലാവരും അടുത്ത് വന്നേ, ദൂരെ നിൽക്കുന്ന സഹോദരന്മാരൊക്കെ അടുത്തോട്ട് വന്നേ, എല്ലാവരും ചേർന്ന് ഈ അപ്പനെ ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ്. പിതാവില്ലാത്തോർക്ക് കവിൻ ആർദ്രവാനും പിതാവില്ലാത്തോർക്കും നല്ലൊരു താതനും പെറ്റമ്മയെ കവിൻ ആർദ്രവാനും യുഗാന്തനും സാധുവിന് തവുമെല്ലാമൻ കർത്താവ്. ഓ പിതാവയ്ക്കു കാന്തനും സാധുവിന് തവുമെല്ലാമൻ കർത്താവ്. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടും. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം ഓർത്തിടുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷ കരങ്ങളെ അടിച്ച് ആ ഗാനം ചേർന്ന് പാടി കർത്താവിനെ ഇന്ന് സ്തുതിക്കാം സന്തോഷത്തോടെ. ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതൻ പെറ്റമ്മയെ കവിൻ ആർദ്രവാനും. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതൻ പെറ്റമ്മയെ കവിൻ ആർദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിന് ബഹുമെല്ലാവർക്കും എല്ലാം കർത്താവ്. വിധവയ്ക്കു കാന്തനും സാധുവിന് ബഹുമെല്ലാവർക്കും എല്ലാം. ഓ എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ. ആരും സഹായമില്ലാതെ ആരും സഹായമില്ലെല്ലാവരും മാറിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും മാറിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്. ഓ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട്. എൻ്റെ ദൈവം സ്വർഗ, എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം
സിംഹാസനം തന്നിൽ കരയുമെന്നെ. ഓഹോ എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കരയുമെന്നെ. അപ്പനും അമ്മയും വിടും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വിടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ. ഓഹോ പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ. അപ്പനും അമ്മയും വിടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വിടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ. ശബ്ദമുയർത്തി പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ. ഓഹോ പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ. ശബരബരബരംഭോ പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ. ശബ്ദമുയർത്തി പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ. യേശുവേ പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം അതെ. ഓ പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ. ഓ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത് ഇല്ല. ഓ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത്. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത് ഇല്ല. ഓ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത്. ഓ ശബരബരബരേ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത്. ഓ ശബരബരബരം തോരം ശൈലവരോ അന്തവന ശബ്ദലൗട്ടവരേ ഉഴവാന ശബ്ദോരേ അന്താനാരം തോരകടകടക ശൈലവരം തോ. യേശുവേ അന്തവന ശബ്ദോ ശബരം ദേ ഉടവാനാരം തോരകടേ ശബരം തോരകടം രകട ഉടവാനകരം തോരകട ശബ്ദോരം ദേരം തോ. പൈതൽ പ്രായം മുതൽ സൂക്ഷിക്കുന്ന ദൈവം. ആരും സഹായമില്ലെങ്കിലും സഹായമായി ഇറങ്ങി വരുന്ന നല്ലവരപ്പനുണ്ട്. ഓ ശബരം തോരകടകരം തോ അന്തവനം ദേരകടേ ഉടവാന ശബ്ദോരകടേ ഉടവാനാരം തോരകടകരം തോ. ഹല്ലേലൂയ ശബരബരബരം തോ ശബരം ദേ ഉടവാന ശബ്ദോരകടം അന്താനാരം താരകട വൈദാനകരം തോരകടകടേ ശൈലവനം തോ. ഹല്ലേലൂയ അർത്ഥാന ശബ്ദേരം തോരകജേ രകജേ ഉടവ അർത്ഥാന ശബ്ദോരകജേ അർത്ഥാനഗരം തലപൗഠവനം തോ. ഹല്ലേലൂയ ശബരബരബരബരം തേ. എല്ലാ കരങ്ങളും ഉയർത്തി വാക്യങ്ങൾ ചേർന്ന് പറഞ്ഞ് യേശു അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഹല്ലേലൂയ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. തൻ്റെ ഏകജതനായ പുത്രനാം യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക,
എന്നാൽ നീ നിന്റെ കുടുംബവും കർത്താവായ യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനവുമാകുന്നു. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു രാജാതി രാജാവായി, യേശുക്രിസ്തു രാജാതി രാജാവായി, യേശുക്രിസ്തു രാജാതി രാജാവായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഈ രാത്രി ഈ മേഖലകളൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർ, വ്യക്തിപരമായി മനുഷ്യരെല്ലാം ബലഹീനരാണ്. പല മേഖലകളെ നമ്മളെ തൊട്ടു. ഏതെങ്കിലും മേഖലകളിൽ എനിക്കൊരു ഇടപെടൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു ആവശ്യമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം കരമുയർത്തിക്കേ പ്രാർത്ഥിക്കാൻ പോകുക. കരമുയർത്തി പ്രാർത്ഥിച്ച് അങ്ങനെയുള്ളവരെല്ലാം എനിക്കൊരുന്ന് രാത്രി യേശു കർത്താവിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമുണ്ട്. ആരും നോക്കാതെ എല്ലാ കണ്ണും കാണുന്ന കർത്താവിൻ്റെ മുമ്പിൽ പിതാവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. 25 വർഷം പിന്നിടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് ഇവിടെ ഒരുക്കപ്പെട്ട ഈ പന്തലിൽ ഇരുന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ പ്രശ്നങ്ങളിൽ കർത്താവിൻ്റെ ഒരു ഇടപെടലുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ രോഗത്തിൽ, അവരുടെ പാപമേഖലകളിൽ, അവർക്ക് പുറത്തു വരാൻ കഴിയാത്ത മേഖലകളിൽ, അവിടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, അവിടെ കർത്താവെ പെൺമക്കളുടെ, ആൺമക്കളുടെ, കൂടപ്പുറപ്പിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഇന്ന് എന്താണോ അവർ ഇപ്പോൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇനിയും അതൊരിടത്തും പറയാനിടയാകാത്തതുപോലെ, ഇനിയും അതൊരിടത്തും പറയാനിടയാകാത്തതുപോലെ, ഇനിയും അതൊരാളോടും പങ്കുവെക്കാനിടയാകാത്തതുപോലെ ഇന്ന് രാത്രി ഇടപെട്ട് അതിനൊരു പരിഹാരം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. ഇന്ന് രാത്രി ഇടപെട്ടൊരു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇനിയും ഒരിടത്തത് പങ്കുവെക്കാൻ ഇടയാത്തതുപോലെ പുത്തൻ്റെ നാമത്തിനൊരു പരിഹാരം ഞങ്ങൾ ചോദിക്കുന്നു. യേശു ഇടപെടുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അപ്പോൾ തന്നെ ഒരു ആത്മനിയോഗത്തിൽ അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നേ. ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നിട്ട് ഇത് വീണ്ടും ചിലപ്പോൾ ദൈവമക്കളുടെ ദിവസമാണ്. ഫേസ് ടു ഫേസ് ആയിട്ട് ഇന്ന് ഓരോരുത്തരും അവർ അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. സഹോദരൻ്റെ പേരറിയത്തില്ലെങ്കിൽ ചോദിച്ചേ, വ്യക്തിപരമായി അറിയത്തില്ലെങ്കിൽ ചോദിച്ചിട്ട് ഒരു വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ച് 1 മിനിറ്റ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി. പേരറിയത്തില്ലെങ്കിൽ പരിചയപ്പെടണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, വിഷയം പറയണം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ പരസ്പരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ദൈവത്തിൻ്റെ അതുല്യമായൊരു സാന്നിധ്യം ഈ വയനാടിൻ്റെ മലമുകളിൽ ഇറങ്ങട്ടെ, ഈ പുൽപ്പള്ളിയിൽ ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ അവൻ എല്ലാ ദൈവമക്കളും ഒരു നിമിഷം 4 ദിക്കിലേക്കും കരമുയർത്തി പ്രാർത്ഥിച്ച് യെശയ്യാ 43 പറഞ്ഞ് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇനിയും വരുന്ന വർഷങ്ങൾ വലിയൊരു കൊയ്ത്തുണ്ടാകാം, വലിയൊരു ഉണർവുണ്ടാകാം. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ദൈവരെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് 4 ദിക്കിലേക്കും കൈനീട്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് 4 ദിക്കിലേക്കും യേശുവിൻ്റെ നാമത്തിൽ തെക്കിനോട് തിരിക, വടക്കിനോട് തുടങ്ങി വെക്കരുത്, കിഴക്ക് പടിഞ്ഞാറിന് ശേഖരിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഈ 4 ദിക്കുകളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ എല്ലാവരും ദിവസം ഇരുന്നാട്ട് മറക്കരുത്. കർത്താവ് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വാർഷിക ഈ ജൂബിലിയിൽ പങ്കുചേരാൻ എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി. സഭയോട്, ഇവിടെയുള്ള സംഘാടകരോട്, ജോയ് പാസ്റ്ററോട്, മറ്റെല്ലാവരോടും അറിയിക്കുന്നു. ഒരു ചെറിയ ആവശ്യം പറഞ്ഞ് ഞാനിരിക്കുകയാണ്. തെറ്റിദ്ധരിക്കില്ലേ, സാമ്പത്തികമൊന്നുമല്ല, പേടിക്കണ്ട. പല്ല് തേക്കുന്നവരൊന്ന് കൈവെക്കാം. പല്ല് തേക്കുന്നവർ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ പല്ല് തേക്കാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വല്ലപ്പോഴും എന്നെ ഒന്ന് ഓർത്ത് ഒറ്റ സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ബോസിക്കൊന്നും നടക്കത്തില്ലായിരിക്കാം. പല്ല് തേക്കാൻ നിൽക്കുമ്പോൾ കർത്താവേ ഈ ദാസൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വല്ലപ്പോഴും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആവശ്യമുണ്ട്. സെൻറ്ററിൻ്റെ ശുശ്രൂഷ, സഭയുടെ ശുശ്രൂഷ, അപ്പം തന്നെ 4 കുഞ്ഞുങ്ങൾ, ഭാര്യ, പൗർവിഷ്യൻ്റെ മിനിസ്ട്രി, ധാരാളം യാത്രകൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ആവശ്യമുണ്ട്. വല്ലപ്പോഴും ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേക്കണം. ദൈവം അനുഗ്രഹിക്കും.
ഗാഡ് ബ്ലെസ് യു. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാം.